ഇന്നത്തെ പ്രഭാഷകയാണ്. നിങ്ങൾക്കായി പ്രത്യേകം ഇരിപ്പിടം ഇതിൻ്റെ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളേവരും നിങ്ങൾക്കായി ഒരുക്കിയ സദസ്സിൽ വന്നിരുന്ന് സദസ്സ് ധന്യമാക്കി തീർക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. وصل اللهم وسلم وبارك على سيدنا وحبيبنا ومولانا وشفيعنا محمد صلوات ربي وسلامه عليه ما دامت السماوات والأرضون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. يا صاحب الهم إن الهم منفرج يا صاحب الهم إن الهم منفرج أبشر بخير فإن الفارج الله. اليأس يقطع أحيانا بصاحبه لا تيأسن فإن الكافي الله. الله يحدث بعد الكرب ميسرة لا تجزعن فإن الكاشف الله. إذا بليت فثق بالله وارض به إن الذي يكشف البلوى هو الله. والله ما لك غير الله من أحد فحسبك الله في كل لك الله. واعلموا أمة سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന്യരായ അധ്യക്ഷൻ VK അബ്ദുള്ള ഹാജി അവറുകളെ, സ്വാഗതം മുദിയ PM ഫാറൂഖ് ഹാജി, വേദിയിലുള്ള
പാലക്കി മുഹമ്മദ് കുഞ്ഞി ഹാജി, കെ അബ്ദുള്ള ഹാജി, റാഷിദ് അജ്മീർ, ഖാലിദ് ലൈറ്റ്സ്, നമ്മുടെ ഭീന്തരായ സി ഇബ്രാഹിം ഹാജി, അതിഞ്ഞാൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് ഉമർ സമർഖന്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ആ മഹാനവറുകളുടെ നാമധേയത്തിൽ നടക്കുന്ന വളരെ മനോഹരമായ ഒരു ഉറൂസ് പരിപാടിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, അതിഞ്ഞാൽ മഹല്ല് മാത്രമല്ല, ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെയും ആവേശത്തിൻ്റെ തിരികൊളുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു മഹത്തായ സദസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുദ് സ്വീകരിക്കട്ടെ, അള്ളാഹുദ് കബൂൽ ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയാണ്. ഉറൂസ് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുവാനും സമൂഹത്തിൻ്റെ ആധ്യാത്മികമായ ജീവന് ഉണർവ് നൽകാനുമുള്ള ഒരു സംവിധാനമാണ്. അതതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ നിർവഹിക്കാൻ ഇവിടുത്തെ ഉറൂസ് കമ്മിറ്റിക്കും ഇവിടുത്തെ വോളണ്ടിയർമാർ അടക്കമുള്ള ആബാലവൃദ്ധം ജനങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേകം ഗൾഫിൽ നിന്ന് ലീവെടുത്ത് ഇവിടെ വന്നിട്ടുള്ള സുഹൃത്ത് ഹസീബും അതുപോലെ തന്നെ അയ്യൂബും ഒരുപാട് നമ്മുടെ ദുബൈയിലും അബുദാബിയിലും ഷാർജയിലുമൊക്കെയുള്ള നമ്മുടെ പ്രവർത്തകർ, വേറെയും ഗൾഫ് നാടുകളിൽ നിന്ന് വരെ ഈ പരിപാടിക്ക് വേണ്ടി എത്താറുണ്ട്. അത് ഈ നാടിൻ്റെ നന്മയാണ്. അള്ളാഹു ആ നന്മ കാലാകാലങ്ങളിൽ നിലനിർത്തട്ടെ. അതിന് മാറ്റുകൂട്ടാനാണ് തർക്കിയ കോഴ്സ് നൽകുന്ന ഹിഫ്ള് കഴിഞ്ഞ ആളുകൾക്ക് 3 വർഷത്തെ ഉപരിപഠനം നൽകി, മതഭൗതിക ജ്ഞാനം നൽകി നന്ദി ദാറുസ്സലാമിലേക്ക് ഉപരിപഠനത്തിന് അയക്കാൻ കഴിയുന്ന വിധം വലിയൊരു സംവിധാനത്തിന് തുടക്കം കുറിച്ച സന്തോഷ മുഹൂർത്തം കൂടിയാണിത്. അതിനുവേണ്ടി അവിടുത്തെ മക്കളെ, പഠിക്കാൻ പോകുന്ന മക്കളെ സ്പോൺസർ ചെയ്തു കഴിഞ്ഞ ആളുകൾ, അള്ളാഹു അവരുടെയൊക്കെ നിയ്യത്തുകളെ സ്വീകരിക്കട്ടെ. അവരുടെയൊക്കെ കുടുംബത്തിലും നാളെ ഖബറിലും പരലോകത്തിലും അള്ളാഹു ആ നന്മ വെളിച്ചമാക്കി കൊടുക്കട്ടെ. നാളെ ഖിയാമത്ത് നാളിൽ നന്മയുടെ തുലാസ് കനം തൂങ്ങുമ്പോൾ അള്ളാഹു വലിയ ഭാരമുള്ള അമലായി നമ്മുടെ ഈ സംവിധാനത്തെ സഹായിക്കുന്ന മുഴുവൻ ആളുകളുടെയും എല്ലാ ചെറുതും വലുതുമായ സഹായങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. സമയം വൈകിയിട്ടുണ്ട് എന്ന് എന്നെപ്പോലെ നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ 12 മണിക്ക് ട്രെയിനിന് പോകേണ്ടതായിരുന്നു. അപ്പോൾ വണ്ടി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ട്രെയിന് വേണ്ട, വണ്ടിക്ക് എന്നെ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിഞ്ഞാലാണ് പറഞ്ഞാൽ അതൊരു ചെയ്തിരിക്കും. അതുകൊണ്ട് എനിക്കും ആ ഒരു ധൈര്യമുണ്ട്. അതുകൊണ്ട് ട്രെയിനിൻ്റെ കഥയൊക്കെ ഞാനും വിട്ടു. ഇനി എന്തായാലും 12 മണി കഴിഞ്ഞിട്ടേ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് ഞാനും കരുതുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ചെറുപ്പക്കാർ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. തിന്മയെ നിഷ്കാസനം ചെയ്യാൻ, അല്ലെങ്കിൽ തിന്മയുടെ വിളയാട്ടം ഇല്ലായ്മ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ ഒരു പാരമ്പര്യം അതിഞ്ഞാലിലെ നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ആ ഒരു സുഹൃതം നമ്മുടെ നാടിന് കിട്ടിയ വലിയൊരു നന്മയാണ്. പല നാടുകളിലും ഉറൂസിൻ്റെ പേരിൽ ആനയും എഴുന്നള്ളിപ്പും ആന പിടിച്ച് എറിയലും ആഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിന് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങണം ഈ ഉറൂസിൻ്റെ അനുബന്ധമായി എന്ന് നമ്മുടെ കമ്മിറ്റി തീരുമാനിക്കുന്നത്. പലയിടങ്ങളിലും കച്ചവട ചന്തകളായി ഉറൂസുകളെ മലിനപ്പെടുത്തുമ്പോഴാണ് വളരെ മനോഹരമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ സൗകര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഈ മഹല്ല് മാതൃക കാട്ടുന്നത്. ഏത് നന്മയുടെ വിഷയത്തിനും മുന്നിട്ടിറങ്ങാനുള്ള സന്നദ്ധത നമ്മുടെ കാഞ്ഞങ്ങാട് പ്രദേശത്ത്, ഒരുപക്ഷെ അതിഞ്ഞാൽ എന്ന് പറയുന്ന ഈ പ്രദേശം, ഉമർ സമർഖന്ദി തങ്ങളുടെ ആ ഒരു പാദസ്പർശമുള്ള ഈ നാടിന് സ്വന്തമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ.
എന്ന് വീണ്ടും വീണ്ടും ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നമ്മളൊരു ചെറിയ ജീവിതത്തിന് വന്നവരാണ്. ഹബീബായ നബി തങ്ങൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു. ഈ ജീവിതം സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മിശ്രിതമായിരിക്കും എന്ന് നമ്മൾ ആദ്യമേ മനസ്സുകൊണ്ട് മനസ്സിലാക്കണം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അയ്യുമാ അഹദിൻ മിനന്നാസ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഉസീബ ബിമുസീബത്തിൻ, ഒരു വിപത്ത്, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഫൽയതഅസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തില്ലതി തുസീബുഹു ബിഗൈരി. നിങ്ങൾക്കൊക്കെ വീടുകളിൽ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് മരണം സംഭവിക്കാം, അപകടം സംഭവിക്കാം, മാരകമായ രോഗങ്ങൾ കടിമകളായി മാറിയേക്കാം, അവയവങ്ങളിൽ നഷ്ടം സംഭവിക്കാം, കച്ചവടങ്ങളിൽ പരാജയം സംഭവിക്കാം. നിങ്ങൾക്കെന്തൊക്കെ പ്രയാസങ്ങൾ ഈ ലോകത്ത് വരുമ്പോഴും നിങ്ങൾ ഓർക്കണേ, ഫല്യതഅസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തില്ലതി തുസീബുഹു ബിഗൈരി. നിങ്ങളുടെ നബിയും റസൂലുമായ ഞാൻ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടായ മുസീബത്ത് എത്രയാണോ അത്രത്തോളം ഇല്ലല്ലോ എൻ്റെ വീട്ടിലെ ഒരു മകനോ എൻ്റെ ഭാര്യയോ എൻ്റെ വാപ്പയോ ഉമ്മയോ വല്ലിപ്പയോ വല്ലിമ്മയോ എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ റസൂലിന് നഷ്ടമായോടം എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് ആശ്വസിക്കണം. കാരണം ഫഇന്ന അഹദം മിൻ ഉമ്മതി ലൻ യുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി മിൻ മുസീബതി. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിനോളം തങ്ങൾ നമ്മളോട് യാത്ര ചോദിച്ചു ഈ ലോകത്തോട് വിട പറഞ്ഞതിനോളം ഒരു പ്രയാസവും ഒരു നഷ്ടവും നിങ്ങൾക്കിനി വരാനില്ല. ആകാശലോകത്ത് നിന്ന് വഹയിൻ്റെ ചിറകുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ വഹയിൻ്റെ വരവാണ് നിന്നുപോയിട്ടുള്ളത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം ചോദിച്ചു വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിൻ്റെ അരികത്തുണ്ട്. ഹബീബായ നബി തങ്ങൾ കൈയുയർത്തി ദുആ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന മുഹൂർത്തങ്ങളാണ് ഹബീബിൻ്റെ കൂടെയുള്ള സമയം. എല്ലാം നഷ്ടമായല്ലോ ഹബീബിൻ്റെ വഫാത്തോടുകൂടെ, ഇനി അങ്ങനെ പരാതി പറയാൻ ആരുണ്ട് നമുക്ക് എന്ന് സ്വഹാബികളെ, നിങ്ങളും നിങ്ങൾക്ക് ശേഷം വരാനുള്ളവരും ഓർക്കുമ്പോൾ നിങ്ങളുടെ പ്രയാസം വലിയ ഒരു പ്രയാസമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. യാ റസൂലല്ലാഹ് ഹലകത്തിൽ അൻആം ജാഅൽ അയാൽ. നബിയേ, സസ്യലതാദികൾ ഉണങ്ങിപ്പോയി നബിയേ, അരുവികൾ വറ്റിപ്പോയി, കിണറുകളിൽ വെള്ളമില്ല, കന്നുകാലികൾ ചത്തൊടുങ്ങി, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാൻ ഭക്ഷണമില്ല, അമ്മിഞ്ഞപ്പാലുമില്ലാതെ ഉമ്മമാർ കഷ്ടപ്പെടുന്നു നബിയേ. ജുമുഅയുടെ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഖുതുബ അവസാനിക്കാൻ വരെ കാത്തു നിൽക്കാൻ സമയമില്ലാതെ ഒരു മനുഷ്യൻ ഓടി വന്ന് യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനുപോലും സമയം കിട്ടാതെ ഹബീബായ നബി തങ്ങളോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ യാ അയ്യുഹർ റജുൽ ഖദ് ശഗൽതനാ, സഹോദരാ, നമ്മുടെ ഖുതുബ പോലും നിങ്ങൾ തടസ്സപ്പെടുത്തിയല്ലോ. മാ ബിക്, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് തിരുമേനി ചോദിച്ചപ്പോഴാണ് കഥ പറഞ്ഞത്. ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം നബിയേ, ഞങ്ങൾക്ക് മഴ വേണം. അപ്പോഴാണ് ആകാശത്തേക്ക് കൈയുയർത്തി പരിശുദ്ധമായ അവിടുത്തെ ചൂണ്ടുവിരലുകൊണ്ട് റബ്ബിലേക്ക് കൈയുയർത്തിയിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അസ്ഖിനാ, അല്ലാഹുമ്മ അസ്ഖിനാ. അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. വമാ ഫിസ്സമാഇ മിൻ ഖുസ്അ വലാ സഹാബിൻ, കൂടി നിൽക്കുന്ന മേഘത്തിനാണ് സഹാബ് എന്ന് പറയുന്നത്, വിട്ടു നിൽക്കുന്ന മേഘപടലങ്ങൾക്കാണ് ഖുസ്അ എന്ന് പറയുന്നത്. ആകാശലോകത്ത് ഓരോ മേഘത്തിൻ്റെ ഒരു പടലം പോലുമില്ലാത്ത മദീനയുടെ ആകാശത്തേക്ക്
എവിടെ നിന്നോ മേഘം ഒരുമിച്ച് കൂടുകയായി. ഹബീബാ നബി തങ്ങൾ മിമ്പറിൽ നിന്ന് ഖുതുബ കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ നിസ്കാരം തുടങ്ങി സുജൂദ് ചെയ്യുന്നത് വെള്ളത്തിലായിരുന്നു, ചെളിയിലായിരുന്നു. മഴ വർഷിച്ചു. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവരെ ഓർക്കുമ്പോൾ അവർ കറാമത്തുകൾ കാണിച്ചവരാണെന്ന് നമുക്കറിയാം. മാണിക്കോത്തുള്ള മഹാനവറുകൾ അവർ രണ്ടുപേരും ദീനുമായി ബന്ധമുള്ള, അവർ രണ്ടുപേരും ആത്മീയ ബന്ധമുള്ള സാരഥികളാണ്. ഇവരുടെയൊക്കെ കറാമത്തുകൾ തലമുറകൾ കണ്ടപ്പോഴാണ് ദീനിലേക്ക് പലരും ആകൃഷ്ടരാകുന്നത്. എന്നാൽ ഈ കറാമത്തുകളുടെ മുഴുവൻ ഉറവിടം എവിടെയാണെന്നറിയുമോ? പരിശുദ്ധമായ മദീനയാണ്, അഷ്റഫുൽ ഖൽക്കിൻ്റെ മദീനയാണ്. ഇതൊക്കെ എത്തിച്ചേരുന്ന അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് പരിശുദ്ധമായ മദീനയാണ്. അങ്ങനെയാണെങ്കിൽ മദീനയുടെ മഹത്വം എത്രയായിരിക്കും? ലോകത്തുള്ള ഔലിയാക്കന്മാർ, ലോകത്തുള്ള സജ്ജനങ്ങളും സ്വാലിഹീങ്ങളുമായ മുഴുവൻ ആളുകളുടെയും കറാമത്തിൻ്റെയോ ബഹുമതിയുടെയോ അവരുടെ എല്ലാ മഹത്വത്തിൻ്റെയും ഉറവിടം ഹബീബിൽ നിന്ന് പഠിച്ചെടുത്തതാണ്, ഹബീബിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ഉമ്മമാരെക്കാളും നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മുടെ ഹബീബല്ലയോ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മ മരണപ്പെടുമ്പോൾ വേദനയുണ്ട്. കാരണം ഈ ജീവിതത്തിൽ മനുഷ്യരിൽ നമ്മൾ അല്ലാഹുവിൻ റസൂലും കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉമ്മയോടാണ്. ഉമ്മയുടെ ഉദരത്തിൽ നിന്നാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നത്. ഉമ്മയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ജന്മമില്ല. എന്നാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന വിധം നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന വരവോ അല്ലെങ്കിൽ ഉമ്മ നൽകിയ നമ്മുടെ മസൃണമായ സ്നേഹമോ അല്ലല്ലോ. പിന്നെയോ നാളെ രക്ഷപ്പെടാൻ കഴിയുന്നതിൻ്റെ കാരണം ഈമാനാണ്, ഹിദായത്താണ്. ഇത് കിട്ടാൻ നമുക്ക് നിമിത്തമായത് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളാണ്. ഒരുപക്ഷെ 60, 70, 80, 100 വർഷം നമ്മളിവിടെ ജീവിച്ചു എന്ന് വിചാരിക്കുക. നാളത്തെ ജീവിതം നമുക്ക് സുരക്ഷിതമല്ലെങ്കിൽ ഈ 100 ആയുസ് കൊണ്ട് എന്ത് നേടാനാണ്? അല്ലാഹുവേ, നാളത്തെ പരലോകം ഞങ്ങൾക്ക് ഖൈറാക്കി തരണമേ റബ്ബേ. നാളത്തെ പരലോകം രക്ഷപ്പെടാൻ അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കണമേ. പരലോകത്ത് ഓരോരുത്തർക്കും പരിചയമുള്ള മുഴുവൻ ആളുകളും ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഹദീസിൻ്റെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖദ് ശഫഅ ശാഫിഊൻ. ഒരുപാട് ആളുകൾ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു. എത്രത്തോളം എന്നാൽ ഹത്ത റജുലുൽ ലദീ ജലസ മഅഹു ഫീ മജ്ലിസിൽ ഇൽം, ഇൽമിൻ്റെ മജ്ലിസിൽ നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഒരു സദസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇൽമിൻ്റെ മജ്ലിസിൽ നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാളോട് പോലും ഒന്ന് ശഫാഅത്ത് തരണേ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുമെന്നും അവർ ശഫാഅത്ത് ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കഴിഞ്ഞാലാണ് ഹബീബിൻ്റെ ശഫാഅത്തുൽ ഉളുമാ. യൗമ യദ്ഉ ആദമുൻ വൽ അംബിയാ നഫ്സി 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 നഫ്സിയാ. യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ. പരലോകത്തേക്ക് വരുമ്പോൾ ഹബീബിൻ്റെ കൺസേൺ അവിടുത്തെ കുടുംബമോ കണ്ണിലുണ്ണിയായ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയോ അല്ല, എൻ്റെ ഉമ്മച്ചികളെ എന്ന് വിളിക്കുന്ന നബിയാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. എൻ്റെ കുടുംബമേ, എൻ്റെ മക്കളെ എന്ന് വിളിക്കുന്ന അമ്പിയാക്കന്മാർ, സ്വന്തം എന്ന് മാത്രം വിളിച്ചു ചോദിക്കുന്ന ആളുകൾ. അപ്പോഴാണ് ലോകത്തിൻ്റെ ഗുരു എൻ്റെ അനുയായികളുണ്ട് റബ്ബേ, അവരിലെ പാപികൾക്ക് നീ പാപമോചനം നൽകണം, മാപ്പ് നൽകണം, സ്വർഗപ്രവേശനം നൽകണമെന്ന് അർശിൻ്റെ താഴെ പോയി സുജൂദിൽ കിടക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ മരണം, എൻ്റെ വഫാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതിനേക്കാളും വലുത് ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ നഷ്ടമാണ്.
അതുകൊണ്ട് നിങ്ങളുടെ മക്കളിലോ കുടുംബത്തിലോ വേണ്ടപ്പെട്ടവരിലോ മരണമോ അപകടങ്ങളോ സംഭവിക്കുമ്പോൾ എൻ്റെ റസൂലിന് ഏറ്റതുപോലെയൊന്നും എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ ആശ്വസിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഹബീബിനോടുള്ള ആത്മബന്ധം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫസ്ബിർ ലികുല്ലി മുസീബത്തിൻ വതജല്ലദി ഫസ്ബിർ ലികുല്ലി മുസീബത്തിൻ വതജല്ലദി വഅലം ബിഅന്നൽ മർഅ ഗൈറു മുഖല്ലദി. ഏതൊരു വേദനിപ്പിക്കുന്ന അനുഭവം മനുഷ്യരിൽ നിന്നുണ്ടായാലും കൂടപ്പിറപ്പുകളിൽ നിന്നുണ്ടായാലും നാട്ടുകാരിലോ നാടറിയാത്തവരിലോ എവിടെ നിന്നെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അറിയണേ, ഫസ്ബിർ ലികുല്ലി മുസീബത്തിൻ വതജല്ലദി വഅലം ബിഅന്നൽ മർഅ ഗൈറു മുഖല്ലദി. എപ്പോഴും എപ്പോഴും ജീവിക്കാൻ വന്ന ഒരു ജീവിതമല്ല ഇതെന്ന് മനുഷ്യനെപ്പോഴും ഒന്ന് ഓർത്തെടുക്കണമേ. എപ്പോഴും നിൽക്കുന്ന ലോകമല്ല ഇത്. എപ്പോഴാണോ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകേണ്ടത് എന്ന് പോലും അറിയാതെയാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യാ അല്ലാഹ്, വസ്ബിർ കമാ സബറൽ കിറാമു ഫഇന്നഹാ നുവബുൻ തനൂബുൽ യൗമ തുക്ശഫു ഫീ ഗദീ അമാ തറാ അന്നൽ മസായിബ ജുമ്മതൻ വതറൽ മനിയത ലിൽ ഇബാദി ബിമർസദി. ചരമകോളങ്ങളിൽ മരണവാർത്തകളിൽ നമ്മുടെ ഒരു പേരും നമ്മുടെ ഒരു ഫോട്ടോയും പ്രത്യക്ഷപ്പെടുന്ന നാൾ എന്നാണെന്ന് പോലും അറിയാതെയാണ് ഈ ജീവിതം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ചിന്തകളിൽ വെച്ച് ഏറ്റവും പ്രതിഫലമുള്ള ചിന്ത എനിക്കൊരു മരണമുണ്ട് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നതാണ്. കാരണം അവൻ്റെ അഹങ്കാരം താഴെ വരും, അവൻ്റെ താൻ പോരിമ താഴെ വരും, ഞാൻ എന്തോ ആണെന്ന ഭാവം ഇല്ലാതെയാവും. മണ്ണിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്ന് നിന്നെ പടച്ചു, മണ്ണിലേക്ക് നിന്നെ ഞാൻ മടക്കുകയാണ്, ഈ മണ്ണിൽ നിന്ന് വീണ്ടും ഞാൻ നിനക്ക് പുനർജന്മം നൽകുമെന്ന വചനങ്ങളാൽ ഒരു പിടി മണ്ണ് വാരിയിടുമ്പോൾ ഓർക്കേണമേ, ഞാൻ ആരുടെ മേലാണോ മണ്ണ് വാരിയിടുന്നത്, ഇനി എൻ്റെ മേൽ മണ്ണ് വാരിയിടപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. കുല്ലുക്കും മിൻ ആദം. പുണ്യ നബി തങ്ങൾ പറഞ്ഞു, എന്തിനാണ് അഹങ്കാരം, എന്തിനാണ് മേന്മ നടിക്കുന്നത്? കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്. നിങ്ങളൊക്കെ ആദമിൻ്റെ മക്കളല്ലയോ അലൈഹിസ്സലാം. ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്നല്ലയോ വന്നത്. അതുകൊണ്ട് മണ്ണോളം താഴണേ, മണ്ണോളം വിനയം കാണിക്കണേ. ഈ ഭൂമി എന്തൊരു അത്ഭുതമാണ്. മൗനമായി എത്ര അഹങ്കാരികൾ നടന്ന ഭൂമിയാണിത്. ഫിർഔനിൻ്റെയും ഖാറൂനിൻ്റെയും ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കിരാതന്മാരുടെ കൊലയാളികളുടെ എല്ലാം കാൽപ്പാടുകൾ അനുഭവിച്ചിട്ടും ശാന്തമായി കിടക്കുന്ന ഈ ഭൂമി, ആ ഭൂമിയോളം നിങ്ങൾ ചിന്തിക്കണമേ, നിങ്ങൾ താഴണം, നിങ്ങളാരും അഹങ്കരിക്കരുത്. അൽ കിബിരിയാഉ റിദാഇ. അഹങ്കാരം എൻ്റെ മേലങ്കിയാണ് എന്ന് അല്ലാഹു പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ വിനയാന്വിതമാക്കുന്ന ഒന്നേ ഒന്നുള്ളൂ, അത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تيأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. ഭൂമിയിലും നിങ്ങളുടെ ശരീരത്തിലും നടക്കുന്ന എല്ലാ വിപത്തുകളും
എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചവനാണ് അല്ലാഹു. ഖദാ ഖദറിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം, നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് അല്ലാഹു നൽകുന്ന ചോയ്സ് ഉണ്ട്, നന്മ തിന്മ തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ്. എന്നാൽ നമ്മുടെ മേൽ സംഭവിക്കുന്ന വിഷയങ്ങൾ, രോഗങ്ങൾ വരുന്നത്, അപകടങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ ഒരു ചെറുപ്പക്കാരനോട് അപകടം സംഭവിച്ചു, കാലിന് എന്താ പേര്, കുക്കു എന്നാ വിളിക്കല്ലേ, ആ മോൻ അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, സലാമത്ത് കൊടുക്കണേ റബ്ബേ. ഒന്നും ഒരു റാൻഡം പ്രോസസ് ലോകത്ത് നടക്കുന്നില്ല. എവ്രിതിങ് ഹാസ് ബീൻ പ്രീ ഡിറ്റർമിൻഡ് ബൈ അല്ലാഹ്. എല്ലാം റബ്ബ് തആല തീരുമാനിച്ചു വെച്ചതാണ്. എത്ര മനോഹരമാണ് സൂറത്തുൽ ഹദീദ്. ഈ ആയത്ത് നോക്കൂ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർള്. ഭൂമിയിൽ നടക്കുന്ന ഏതൊരു മുസീബത്തും അതിന് കാരണങ്ങളുണ്ടാകാം. അമേരിക്കയിൽ ആളിപ്പടരുന്ന തീയാവട്ടെ, ഭൂകമ്പങ്ങളാകട്ടെ, യുദ്ധങ്ങളാകട്ടെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയും നടക്കുന്ന വിഷയങ്ങൾ. നമുക്കൊരു അസുഖം വന്നാൽ അത് നമ്മുടെ വലിയ ബിഗസ്റ്റ് കൺസേൺ ആണ്, അല്ലേ? വലിയ വിഷയമാണ്. നമ്മൾ വിചാരിക്കും ആ വിരലിലായിപ്പോയി, വേറെ എവിടെയെങ്കിലും കുഴപ്പമില്ല, വേറെ എവിടെ അവിടെ ആയിപ്പോയതാ കുഴപ്പമായത്. ഇവിടെയും കുഴപ്പമാണ്. നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് ആഫിയത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹുൽ ആഫിയ, അല്ലാഹുവിനോട് ആരോഗ്യം തരാൻ ചോദിക്കണേ എന്ന് ഹബീബായ നബി ഞങ്ങൾ പറയാറുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളിലോ ഭൂമിയിലോ നടക്കുന്ന എല്ലാ വിപത്തുകളും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, ഭൂമിയിൽ നിങ്ങളുടെ ശരീരങ്ങളിൽ അവ സംഭവിക്കുന്നതിൻ്റെ മുമ്പ് കൃത്യമായ രേഖയിൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചതാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അപ്പോൾ ചോദിക്കും, ബില്യൺ കണക്കിന് ആളുകളുണ്ടല്ലോ ഭൂമിയിൽ, 6 ബില്യൺ ആളുകളുണ്ടെന്നാ പറയും ഇപ്പോൾ. 6 ബില്യൺ ഹ്യൂമൻസ് ഓൺ എർത്ത്. ജീവജാലങ്ങൾ ഏറെ, ജന്തുക്കളുടെ ലോകം, മറൈൻ സ്പീഷീസ്, വെള്ളത്തിൽ കാണുന്ന ജീവികളുടേത് വേറെ, മനുഷ്യർ മാത്രം. ഇത്രയും മനുഷ്യരിൽ ഓരോരുത്തർക്കും സംഭവിക്കുന്ന ചെറുതും വലുതുമായ രോഗങ്ങളടക്കം, പരീക്ഷണങ്ങളടക്കം, മാനസികമായ പിരിമുറക്കങ്ങളടക്കം, ഇതെല്ലാം അല്ലാഹു രേഖപ്പെടുത്താൻ എങ്ങനെ കഴിയും? ഏത് സെർവറാണ് ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിന് അല്ലാഹു നൽകുന്ന മറുപടിയാണത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. This is so easy for Allah. ഇതൊരു വിഷയമല്ല അല്ലാഹുവിന് ഇത് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞത്, ഇത് സംവിധാനിക്കുക എന്ന് പറഞ്ഞത്. എന്തിനെന്നറിയോ? എന്തിനാണ് അല്ലാഹു ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹൂ ബിമാ ആതാകും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന വിപത്തുകളിൽ മനംതൊന്ത് ഡിപ്രഷൻ അടിച്ച്, ടെൻഷൻ അടിച്ച് കരയരുത്, ടെൻഷൻ അടിച്ച് കഴിയരുത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹുവിന് അഹങ്കരിക്കുന്നവരെ ഇഷ്ടമല്ല, ധിക്കാരം കാണിക്കുന്നവരെയും ഇഷ്ടമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാന്റെ അല്ലാഹുവിൻ്റെ തീരുമാനങ്ങളാണ് ലോകത്ത് നടക്കുന്നത് എന്ന് മനുഷ്യനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഖദർ ഖലാ എന്ന വിഷയം ഓർക്കണമേ. മലകളോളം നമ്മൾ അള്ളാഹുവിനെ ദാനം ചെയ്താൽ പോലും, മണ്ണിൽ നിന്ന് തല ഉയർത്താതെ സുജൂദിൽ സാഷ്ടാംഗം നമിച്ച് കടന്നാൽ പോലും ഒരു മനുഷ്യന്റെ ആരാധന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഖദറിലും ഖലായിലും വിശ്വസിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഖലാ ഖദർ? എല്ലാ കാര്യങ്ങളും, എവ്രിതിങ് ഹാപ്പൻസ് ബൈ ദ വിൽ and predetermination of Allah. ഇവിടെ നടക്കുന്നതെല്ലാം, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് എന്നൊരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കാതെ അവരുടെ അമലുകളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആശ്വസിക്കാൻ നമുക്ക് ഒരുപാട് വകയുണ്ട്. യാ സാഹിബൽ ഹമ്മി ഇന്നൽ ഹമ്മ മുൻഫരിജു അബ്ശിർ ബിഖൈരിൻ ഫഇന്ന
ഫഇന്നൽ ഫാരിജല്ലാഹു. ദുഃഖം കടിച്ചമർത്തി കഴിയുന്നവരെ, സങ്കടപ്പെട്ട് കഴിയുന്നവരെ, കണ്ണുനീരൊന്ന് തോരാതെ സങ്കടപ്പെട്ട് കഴിയുന്നവരെ, അബ്ശിർ ബിഖൈരിൻ, നന്മ വരുമെന്ന് സന്തോഷിച്ചോളൂ. ഫഇന്നൽ ഫാരിജ്, ഫഇന്നൽ ഫാരിജല്ലാഹു. സർവേശ്വരനായ പടച്ചതമ്പുരാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ്. അള്ളാഹു നിങ്ങളുടെ ദുഃഖങ്ങളെ എന്നും വെച്ചേക്കില്ലെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെയല്ല പറഞ്ഞത്. അള്ളാഹു തന്നെ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസങ്ങൾ എന്നും നിലനിൽക്കുകയില്ല, പ്രയാസം കഴിഞ്ഞാൽ ആശ്വാസം വരാനുണ്ടെന്ന്. അൽ യഅ്സു യഖ്തഉ അഹ്യാനൻ ബിസാഹിബിഹി ലാ തയഅസന്ന ഫഇന്നൽ കാഫിയല്ലാഹു. നിരാശ വന്നു പോകുന്നുണ്ടല്ലേ, നിരാശപ്പെടുന്നുണ്ടല്ലേ, എന്നാണാവോ ഇതൊക്കെ ഒന്ന് അവസാനിക്കുക, എന്നാണാവോ ഒന്ന് രക്ഷപ്പെടുക, എന്നാണാവോ ഒരു മനസ്സമാധാനം ഉണ്ടാവുക എന്ന് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടോ? പിശാചാണ് നിരാശ കൊണ്ടുവരുന്നത്, അവനെ വിശ്വസിക്കരുതേ. ലാ തയഅസന്ന ഫഇന്നൽ കാഫിയല്ലാഹു. നിരാശപ്പെടരുതേ, നിരാശപ്പെടരുതേ, അല്ലാഹു മതിയായവനല്ലയോ നിങ്ങൾക്ക്. അല്ലാഹു യുഹദിഥു ബഅദൽ കർബി മൈസറതൻ ലാ തജ്സഅന്ന ഫഇന്നൽ കാശിഫല്ലാഹു. പ്രയാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, ആനന്ദം നൽകുന്ന, ആശ്വാസം നൽകുന്ന, സമാധാനം കൊണ്ടുവരുന്നവൻ അല്ലാഹു അല്ലയോ? എന്തിനാണ് വിഷമിക്കുന്നത്? അതുകൊണ്ട് ഇദബ്തുലീത ഫസിഖ് ബില്ലാഹി വറുള ബിഹി, ഇദബ്തുലീത ഫസിഖ് ബില്ലാഹി വറുള ബിഹി ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാഹു വല്ലാഹു. അതുകൊണ്ട് നമ്മളിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റുകൊണ്ടാണെങ്കിൽ തൗബ ചെയ്ത് മടങ്ങണം. തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരും. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല. പാപം ചെയ്തു റബ്ബിനോട് പശ്ചാത്തപിക്കുന്നവർ അവർ പാപം ചെയ്യാത്തവരെ പോലെയാണെന്നല്ലേ വിശുദ്ധ ഖുർആൻ ഹദീസ് പറയുന്നത്. അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയി, ഒരുപക്ഷെ അല്ലാഹു അതിന് പരീക്ഷണം നൽകാം. തെറ്റൊന്നും ചെയ്തതല്ല, എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളെ അവരുടെ ഈമാൻ ഖനമളക്കാൻ അള്ളാഹു പരീക്ഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഫസിഖ് ബില്ലാഹി വറുള ബിഹി, ആശ്വസിക്കണം. ഇതെല്ലാം തീർത്തു തരാൻ കഴിയുന്ന ഒരുത്തനേ ഉള്ളൂ, ആ ഒരുത്തനാണ് അല്ലാഹു. വറുള ബിഹി, എൻ്റെ റബ്ബിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് പൊരുത്തമെന്ന് പറയ്. ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാഹു വല്ലാഹു. പ്രയാസങ്ങൾ നീക്കിത്തരാൻ കഴിയുന്നത് അർശിൻ്റെ ഉടമസ്ഥനാണ്. വല്ലാഹി മാലക ഗൈറുല്ലാഹി മിൻ അഹദിൻ ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹു. വല്ലാഹി മാലക ഗൈറുല്ലാഹി മിൻ അഹദിൻ ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹു. മുഅ്മിനേ, സന്തോഷത്തിൻ്റെ ഒരു നൗകയിൽ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ അല്ലാഹുവിനെ ഓർക്കാൻ സമയം കിട്ടാതെ വരും. പ്രയാസങ്ങളിൽ വേദനയിൽ കഴിയുന്ന ഒരു രോഗിക്ക്, ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന് അല്ലാഹുവിനെ ഓർക്കാൻ എത്ര സമയം കിട്ടുന്നുണ്ട്? സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും അവർ ചൊല്ലുന്നുണ്ട്. എന്തേ? അല്ലാഹു നൽകുന്ന ആ ഒരു രോഗം അവർക്ക് ഖൈറായി മാറി. അവർ അല്ലാഹുവിനെ ഓർക്കുകയാണ് അതിലൂടെ. അതുകൊണ്ട് മുഅ്മിനേ, ഇദാ ഉസീബ അഹദുകും ബിമുസീബത്തിൻ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ളമുൽ മസായിബ്. പ്രയാസങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ ഒന്നുമേ അല്ല. പ്രയാസങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസം ഹബീബായ നബി തങ്ങൾ നമ്മളോട് യാത്ര ചോദിച്ചതാണ്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വിയോഗം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്.
ഹദീസ് പറയുമല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മുടെ റബീഉൽ അവ്വലുകളിൽ കൊച്ചുമക്കൾക്ക് ഓതുന്ന ഹദീസാണത്. നിങ്ങൾ ഓരോരുത്തരുടെയും ഈമാൻ പരിപൂർണമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ബന്ധുജനങ്ങളെക്കാൾ, മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കണം. കേട്ടിട്ടില്ലേ? എങ്കിൽ ഒരു മുസീബത്ത് വന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾ, മക്കള്, ബന്ധുജനങ്ങൾ, ഇവർക്ക് എന്ത് മുസീബത്ത് വന്നാലും ഇതിനേക്കാളും വലിയ മുസീബത്ത് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായതാണ്, എൻ്റെ റസൂലിൻ്റെ വിയോഗമാണ് എന്ന് തിരിച്ചറിയുന്നത് വരേക്കും ഈമാൻ പരിപൂർണമാവുകയില്ല. ചേർത്ത് വായിക്കണം. നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് വലുത് തന്നെയാണ്. അള്ളാഹു പ്രയാസങ്ങളെ തീർത്തു തരട്ടെ. ഫഇന്നൽ കാശിഫല്ലാഹു, അള്ളാഹുവിനെ തീർത്തരാൻ കഴിയും. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളെ പരിഹരിക്കണേ തമ്പുരാനെ. എന്നാൽ ഇതിലും വലിയൊരു പ്രയാസമാണ്, ഇതിലും ഏറ്റവും വലിയ പ്രയാസമാണ് എൻ്റെ റസൂൽ എനിക്ക് നഷ്ടമായത്. അത് നമ്മൾ ആലോചിക്കണം, അത് ചിന്തിക്കണം. ഇതൊരു നമ്മുടെ ഖൽബിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? സഹാബി. 10 വർഷം ഹബീബിൻ്റെ വീട്ടിലെ, ഹബീബിൻ്റെ കൂടെ ഖാദിമായി ജീവിച്ച സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് വഫാത്താകുന്നത്. ഒരുപാട് കാലം ഉമ്മത്തിന് ഇൽമ പറഞ്ഞു കൊടുത്ത സ്വഹാബി. ഹബീബിൻ്റെ വീട്ടിൽ വളർന്ന മോൻ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോന് വഫാത്തായപ്പോൾ മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ അബ്ദുക വബ്നു അബ്ദിക വഖദ് റുദ്ദ ഇലൈക്. അല്ലാഹുവേ, നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മകനാണ്, ആ മകനെ നീ തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണല്ലേ. ഫർഫ ബിഹി, എൻ്റെ മോനോട് കരുണ കാണിക്കണേ. വർഹംഹു, നീ റഹ്മത്ത് ചൊരിയണമേ. വജാഫിൽ അർള അൻ ബദനിഹി, എൻ്റെ മോൻ്റെ ശരീരത്തിൽ ആശ്വാസമാകും വിധം ഖബറിനെ ഒന്ന് വിശാലമാക്കി കൊടുക്കണേ. ഞങ്ങൾ കടത്തുന്നത് ഇടുങ്ങിയ ഒരു ശിഖിലാണ്, ഇടുങ്ങിയ ഒരു ഖബറാണത്. പടച്ചവനെ, കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കാൻ നിനക്ക് കഴിയുമല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, വല്ലിപ്പ വല്ലിമ്മമാരിൽ അല്ലാഹുവരുടെയൊക്കെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ വേണ്ടപ്പെട്ടവർ, റമീസിൻ്റെ ഉപ്പയുടെ ഉമ്മ കഴിഞ്ഞ വർഷം വഫാത്തായി. അതിനുശേഷം എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു. ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, അവരടക്കം, ആ മഹദി അടക്കം ഞങ്ങൾ ഓരോരുത്തരുടെയും ബന്ധുമിത്രാദികൾ, ഈ പരിസര പ്രദേശ മഹല്ലുകളിലൊക്കെ ഉള്ളവർ, അല്ലാഹുവേ, നിന്റെ ഹബീബിൻ്റെ ഉമ്മച്ചികൾ, അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. വഫ്തഹ് അബ്വാബസ് സമാഇ ലിറൂഹിഹി, എൻ്റെ മോൻ്റെ ആത്മാവിന് വേണ്ടി ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുക്കണേ. വതഖബ്ബൽഹു ബിഖബൂലിൻ ഹസൻ, എൻ്റെ മോനെ നീ സ്വീകരിച്ചേക്കണേ എന്ന് പറഞ്ഞ് സുമ്മൻ സ്വറഫ, അനസ് റളിയല്ലാഹു അൻഹു ഖബറിനടന്ന് എഴുന്നേറ്റ് പോരുകയാണ്. ഫഅകല വശരിബ വദ്ദഹന, മഹാനവറുകൾ എണ്ണ തേച്ചു, കുളിച്ചു, വൃത്തിയായി ഭക്ഷണം കഴിച്ചു, ഒരു വേദനയുമില്ലാത്ത പോലെ. എന്തുകൊണ്ട്? ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിൻ്റെ തീരുമാനമാണത്. എൻ്റെ മോൻ്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അല്ലാഹുവിൻ്റേത്, എൻ്റെ ആയുസ് നിർണയിക്കാനുള്ള അധികാരം അല്ലാഹുവിൻ്റേത്. അതുകൊണ്ട് റബ്ബ് തീരുമാനിച്ചു, അല്ലാഹ് കൊണ്ടുപോയി. ഇതൊരു മുഅ്മിനിന് സാധിക്കുന്നൊരു അത്ഭുതമാണ്. അല്ലാത്തവർ വിഷമിച്ചു പോകും, ഈമാനില്ലാത്തവർ തളർന്നു പോകും. നമുക്ക് ലില്ലാഹി മാ അഅതാ വലില്ലാഹി മാ അഖദ്, തന്നതും അല്ലാഹുവിന്, കൊണ്ടുപോയതും അല്ലാഹുവിന് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? അബൂദറുൽ ഗിഫാരി, ഗിഫാർ ഗോത്രത്തിൻ്റെ നായകൻ. മൗലാന അബുൽ ഹസൻ അലി നദവി സാഹിബിൻ്റെ ഒരു വചനമുണ്ട്, ഇസ്ലാം വന്നില്ലായിരുന്നുവെങ്കിൽ അബൂദർ അറേബ്യ കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനായി മാറുമായിരുന്നത്രേ. അറേബ്യ കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനായി മാറുമായിരുന്നത്രേ. അതായിരുന്നു ജീവിതം, അതായിരുന്നു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂദർ എന്നവരുടെ പ്രൊഫഷൻ. പക്ഷേ എല്ലാം മാറി, പാവമായൊരു മനുഷ്യനായി മാറി. യംശീ വഹദ
വയഈശു വഹ്ദഹു വയമൂതു വഹ്ദഹു വയുബ്അഥു വഹ്ദഹു. ഒറ്റക്ക് നടക്കും, ഹബീബ് പറഞ്ഞു, ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് മരിക്കും, നാളെ ഒറ്റക്ക് അല്ലാഹു പുനർജന്മം നൽകുമെന്ന് പറഞ്ഞ ഗിഫാർ ഗോത്രത്തിന്റെ നായകൻ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. മക്കൾ ജനിക്കും, പക്ഷേ മക്കളൊക്കെ മരിക്കും, ജനിക്കുന്ന മക്കളൊക്കെ മരിക്കും. കാന ലാ യഈശു ലഹു വലദുൻ. കുട്ടികൾ ബാക്കിയാവില്ല, ജനിക്കും, ഭാര്യ പ്രസവിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു. അപ്പൊ അവരോട് ആളുകൾ പറഞ്ഞു, അബൂദർറേ ഇന്നക ഇംറുഉൻ ലാ യബ്ഖാ ലക വലദ്. അബൂദർറേ, നിങ്ങളുടെ ഒരു മക്കളും ജീവിച്ചിരിക്കുന്നല്ലേ, ഒരാൾക്കും ജീവിക്കാൻ ഭാഗ്യമില്ലാതെ പോയല്ലേ. ഇത് പറഞ്ഞപ്പോൾ നമുക്കുണ്ടാകാം അങ്ങനെ അനുഭവങ്ങൾ. പ്രസവിക്കുന്നു, മരിച്ചു പോകുന്നു, പ്രസവത്തിൽ മരിക്കുന്നു, പ്രസവിച്ച് കഴിഞ്ഞിട്ട് മരിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഇത്തരം ആളുകൾക്കൊരു മാതൃകയാണ്. മനസ്സുകൾക്ക് വേദന വരും. ആളുകൾ വന്ന് പറയും, മൂന്നാമത്തെ കുട്ടി മരിച്ചല്ലേ. ഇത് പറയുമ്പോൾ ഉമ്മയുടെ മനസ്സ് പിടക്കും, ഉപ്പയുടെ മനസ്സ് വേദനിക്കും. അബൂദർ റളിയല്ലാഹു അൻഹു ഖദറിലും ഖളായിലും വിശ്വസിച്ച സ്വഹാബിയാണ്. അൽഹംദുലില്ലാഹ്, എൻ്റെ റബ്ബിനാണ് എല്ലാ സ്തുതിയും. കുല്ലു ദാലിക ഫീ കിതാബ്. അബൂദറിന് മക്കൾ ജനിക്കണോ, ജനിച്ചാൽ അവർ ജീവിച്ചിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അവിടുന്നാണ്. എല്ലാം കൃത്യമായ രേഖയിൽ അല്ലാഹു രേഖപ്പെടുത്തിയവനാണ്. അൽഹംദുലില്ലാഹില്ലദീ യഖുദുഹും ഫീ ദാരിൽ ഫനാ. മരിച്ചു പോകുന്ന, നശിച്ചു പോകുന്ന, ഇല്ലാതെയായി പോകുന്ന ഈ ലോകത്ത് നിന്ന് എൻ്റെ മക്കളെ കൊണ്ടുപോകുന്നവനെ അല്ലാഹുവേ നിനക്ക് സ്തുതി. വയദ്ഖിറുഹും ഫീ ദാരിൽ ബഖാ. എന്നെന്നും ശേഷിക്കുന്ന ഒരു നാളിലേക്ക്, എന്നെന്നും ശേഷിക്കുന്ന ഒരു നാളിലേക്ക് അവരെ സൂക്ഷിച്ചു വെക്കുന്നവനെ അല്ലാഹുവേ, എൻ്റെ മക്കളെനിക്ക് നഷ്ടമല്ല, നാളെ സ്വർഗത്തിൽ എനിക്ക് കണ്ടുമുട്ടാൻ കഴിയും. അതുകൊണ്ട് പടച്ചവനെ, നിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണ്. ഇത് പറയാൻ എളുപ്പമല്ല മുഅ്മിനെ, ഇത് പറയുന്നത് എളുപ്പമല്ല ഉമ്മ, എളുപ്പമല്ല ഉപ്പ, ഇത് പ്രയാസമുള്ളതാണ്. പക്ഷേ നമ്മുടെ മുസീബത്തിനേക്കാളും വലിയൊരു മുസീബത്താണ് ഹബീബിന്റെ വഫാത്ത് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ. ജീവിതവും മരണവും ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതവും മരണവും നിശ്ചയിക്കുന്നതും ജീവിതവും മരണവും തീരുമാനിക്കുന്നതും അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന് അത് എളുപ്പമാണ്. ജീവിതവും മരണവും എത്ര കാലം എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ മരിക്കുന്നു, എല്ലാം തീരുമാനിക്കുന്ന റബ്ബിന് ഇത്, ആ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് എളുപ്പമാണ്, അല്ലാത്തവർക്ക് പ്രയാസമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ്, റഈസുൽ മുഫസ്സിരീൻ, ഇബ്നു അമ്മി റസൂലില്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തായിഫിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയിരുന്ന, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മകൾക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിരുന്നു. ആ മകൾ മരണപ്പെട്ടു എന്ന വിവരം മക്കയിലേക്കുള്ള വഴിയിലാണ് ഇബ്നു അബ്ബാസ് എന്നവർ അറിയുന്നത്. ഫനസല അൻ ദാബത്തിഹി, വാഹനം അവിടെ നിർത്തി, തൻ്റെ മൃഗത്തെ അവിടെ കെട്ടിയിട്ടു, താഴെ ഇറങ്ങി. എന്നിട്ട് മഹാനവറുകൾ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ മക്കയിലേക്ക് തിരിഞ്ഞിട്ട് സ്വല്ലാ റക്അതൈൻ, നിങ്ങളുടെ മകൾ മരണപ്പെട്ടു എന്നൊരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു. ثم رفع رأسه إلى السماء, ആകാശത്തേക്ക് തലയുയർത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ അല്ലാഹുവേ ലക്കൽ ഹംദ്, നിനക്ക് സ്തുതി റബ്ബേ, അൽഹംദുലില്ലാഹ് വ ഇന്നാ ലില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെല്ലാം നിനക്കുള്ളവരാണ്. ഔറത്തുൻ സതറഹല്ലാഹ്, എൻ്റെ മോളെ റബ്ബേ നീ മറച്ചു വെച്ചല്ലേ, കൊണ്ടുപോയല്ലേ. വമസൂമഊനതുൻ കഫാഹല്ലാഹ്, ആ മോൾക്ക് വേണ്ടി ഇനി ഒരു ചെലവും വാപ്പയായി എനിക്കിനി വഹിക്കേണ്ടതില്ല, എല്ലാം അല്ലാഹുവേ നീ ഏറ്റെടുത്തല്ലോ. വഅജ്റുൻ സാഖഹുല്ലാഹ്, എനിക്ക് അല്ലാഹു കൊണ്ടുതന്ന ഒരു പ്രതിഫലമാണിത്, സ്വർഗമാണിത് എന്ന് പറഞ്ഞ് അല്ലാഹുവിന് ശുക്ർ ചെയ്ത് സുമ്മ റഖിബ, ആ വാഹനം കയറി തിരിക്കുകയാണ് മഹാനവറുകൾ റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത്,
ഈമാൻ കൽബിലേക്ക് ബാഷറ ഖൽബുൽ ഈമാൻ, ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് ഈമാനിൻ്റെ വെളിച്ചം ഇറങ്ങുകയാണെങ്കിൽ ദുന്യാവിലെ പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി പോലും നമുക്ക് നിസ്സാരമായി ബോധിക്കാൻ കഴിയും. വേദന വേണ്ടെന്നല്ല പറഞ്ഞത്, വേദനിക്കും, കരയും. പുണ്യ നബി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, നബി എന്താണ് ഈ കരച്ചില്, അങ്ങ് കരയുകയാണോ? ഹബീബായ തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, സഅദേ ഇത് വെപ്രാളപ്പെടലല്ല, അള്ളാഹുവിൻ്റെ ഖളായിൽ അവിശ്വസിക്കുന്നതോ ഖളായിനെ പഴിചാരുന്നതോ അല്ല. തിൽക റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അള്ളാഹുവിൻ്റെ അടിമകളിൽ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നിക്ഷേപിക്കുന്ന കരുണയാണിത്. മനുഷ്യൻ കരഞ്ഞു പോകും, സങ്കടപ്പെടും, സ്വാഭാവികമാണ്. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ, അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ നാവ് കൊണ്ട് പറയില്ല. സഅദേ കരയുന്നത് സ്വാഭാവികമാണ്. ഈ കരച്ചിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയ കരുണയാണ്, റഹ്മത്താണ്. നമ്മൾ റഹ്മത്തിൻ്റെ ആളുകളല്ലേ, കരയാതിരിക്കാൻ പറ്റുമോ? കരഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതേ പറയുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ബിൻ സൽമാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഈങ്ങളിൽ കഴിഞ്ഞു പോയ മഹാൻ, അവരുടെ കരളിൻ്റെ കഷ്ണമായ പിഞ്ചുമോൻ മരണപ്പെട്ടപ്പോൾ ആ മോനെ മറവ് ചെയ്തിട്ട് പറഞ്ഞു, കുല്ലു ദാലിക ഫീ കിതാബ്, അല്ലാഹുവേ എല്ലാം നീ നിശ്ചയിച്ചു വെച്ചു. അൽഹംദുലില്ലാഹ് വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവനെ ഞങ്ങളെല്ലാം നിനക്കുള്ളവർ, നിന്നിലേക്ക് യാത്രയാകുന്നവർ. അല്ലാഹുമ്മ ഇന്നി അർജൂക ലഹ്, പടച്ചവനെ എൻ്റെ മകന് പ്രതീക്ഷ നീയാണ്. വ അഖാഫുക അലൈഹി, എൻ്റെ മകന് ശിക്ഷ വല്ലതും വന്നു പോകുമോ എന്ന് നിന്നെക്കുറിച്ച് തന്നെയാണ് എനിക്ക് പേടിക്കാനുള്ളത്. അല്ലാഹുവേ എൻ്റെ റജാ നീ സാധിപ്പിക്കണേ. അല്ലാഹുമ്മ ഫഹഖ്ഖിഖ് റജാഇ ഫീ വ ആമിൻ ഖൗഫി അലൈഹി, എനിക്കെൻ്റെ മകന് ശിക്ഷ ലഭിക്കുമോ എന്ന് പേടിയുണ്ട്, പടച്ചവനെ കാക്കണേ, എൻ്റെ മകൻ അനുഗ്രഹം ചെയ്യണേ എന്ന് പറഞ്ഞ് മഹാനവറുകൾ അല്ലാഹുവിൻ്റെ ഈ പരീക്ഷണത്തെ ഏറ്റുവാങ്ങുന്നൊരു രംഗം നോക്കണം. യാ അല്ലാഹ്, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിജാലങ്ങൾ മുഴുവനും അല്ലാഹു പടക്കുന്നതിൻ്റെ 50,000 സന, 50,000 വർഷങ്ങൾക്ക് മുമ്പ്, 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രേഖപ്പെടുത്തി വെച്ച അഖ്ദാറുകൾ, അല്ലാഹുവിൻ്റെ ഖദറും ഖലാഉം, ഇത് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയും, അല്ലാഹുവിൻ്റെ ഡിവൈൻ ഡെസ്റ്റിനി. ഇതിൽ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അത് വിശ്വസിക്കാതെ രക്ഷപ്പെടുക സാധ്യമല്ല. വല്ലാഹി ലൗ അൻഫഖ അഹദുക്കും മിഥല ഉഹുദിൻ ദഹബൻ യുൻഫിഖുഹു ഫീ സബീലില്ലാഹ് ലം യഖ്ബലഹു അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അതുകൊണ്ട് മുഅ്മിനേ, ഇത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. വിഷമങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രയാസമുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ പ്രയാസങ്ങളെ സ്വഹാബികൾ എങ്ങനെയാണ് തരണം ചെയ്തത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മുടെ കൽബുകൾക്ക് ഉറപ്പ് തരട്ടെ, കൽബുകൾക്ക് അള്ളാഹു ഉറപ്പ് തരട്ടെ. പ്രയാസങ്ങളെ സ്വീകരിക്കാനും ക്ഷമിക്കാനും അള്ളാഹു നമ്മുടെ കൽബിന് ഉറപ്പ് തരട്ടെ. അള്ളാഹുവിനോട് പരീക്ഷണങ്ങളെ തട്ടി നീക്കി തരാൻ ദുആ ചെയ്യണം. അള്ളാഹുവേ, നിന്റെ ഖലാഉകളിൽ, മുബറമായ നിന്റെ ഖലാഉകളിൽ അള്ളാഹുവേ, ഞങ്ങൾക്ക് എന്തെങ്കിലും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസമുള്ളത്, യാ അല്ലാഹ്, ഈ പരിശുദ്ധമായ മജ്ലിസിൻ്റെയും ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളുടെ ഇബാദത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും ഹഖ് കൊണ്ട് റബ്ബേ ഞങ്ങൾക്കത് തട്ടി ദൂരത്താക്കണമേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീത്ത് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലാ ഉഹദ്ദിസുകും ബിഹദീസിൻ ലാ യുഹദ്ദിസുകും ബിഹി അഹദുൻ ഗൈരി, ഞാനല്ലാതെ ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഒരു ഹദീത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞ ഹബീബിന് 10 കൊല്ലം സേവനം ചെയ്ത സ്വഹാബി, ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇടയില്ല എന്ന് പറഞ്ഞു. അസ്ഹാബ് പറഞ്ഞു, ബലാ അനസേ, പറഞ്ഞു തരൂ. റളിയല്ലാഹു അൻഹു. കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൂസാ, ഹബീബായ നബി ഞങ്ങളുടെ അരികത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഒരു നേരം. അല്ലാഹുവേ, അത് എന്തൊരു സൗഭാഗ്യമാണല്ലേ, ഹബീബിനെ കാണാൻ കിട്ടുന്നൊരു സൗഭാഗ്യം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം ഇവിടെ തന്നില്ല, എന്നാൽ നാളെ പരലോകത്ത് വെച്ച് കാണാനുള്ള ഭാഗ്യം അല്ലാഹുവേ നൽകണമേ. കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൂസൻ, ഞങ്ങൾ എല്ലാവരും ഹബീബിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ
അവർ ഹബീബിനെ വീക്ഷിക്കുകയായിരുന്നു. ഫളഹിക, പുണ്യനബി തങ്ങൾ ചിരിച്ചു. അതദ്റൂന മിമ്മ ളഹക്തു, ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് തിരുമേനി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലൂ, അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ. ഹബീബായ തങ്ങളുടെ മറുപടി വന്നു, അജിബ്തു ലിൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ ഒരാണിനെ കുറിച്ചും ഒരു പെണ്ണിനെ കുറിച്ചും സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യഖ്ളി ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്, അല്ലാഹു എന്ത് വിധിച്ചാലും അവർക്കത് ഖൈറാണ്. രോഗമാണെങ്കിലും കടമാണെങ്കിലും പ്രയാസമാണെങ്കിലും ആരോഗ്യത്തിലെ പരീക്ഷണമാണെങ്കിലും മക്കളിൽ പരീക്ഷണമാണെങ്കിലും എല്ലാം മുഅ്മിനായ മനുഷ്യന് ഖൈറാണ് എന്ന് അള്ളാഹു എന്നെ അറിയിച്ചതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ പുഞ്ചിരിയുടെ പൊരുൾ അതായിരുന്നു. ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ, മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകുന്ന സങ്കടം, മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകുന്ന ദേഹാസ്വാസ്ഥ്യം അല്ലെങ്കിൽ അസുഖങ്ങള്, വേദനകള്, ഹത്ത ശൗകത ഇശാഖുഹ, കാലിലേക്കുന്ന ഒരു മുള്ള്, ഇതിനടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ കഫറല്ലാഹു ബിഹി ഖതായാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് പണ്ഡിതനാണ് ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് 11 വയസ്സുള്ള മോനുണ്ടായിരുന്നു. ഹഫിദൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു മോന്. ആ മോൻ ഹദീസും ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഇൽമും പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 11ാമത്തെ വയസ്സിൽ ആ മകനെ അള്ളാഹു കൊണ്ടുപോയി. മുഹമ്മദ് ബിൻ ഖലഫ് തങ്ങൾ പറയുന്നു, ഇബ്രാഹീമുൽ ഹർബി എന്ന പിതാവ് എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്? മുഹമ്മദ് ബിൻ ഖലഫ് എന്നവരെ ആശ്വസിപ്പിക്കാൻ ചെന്നു. ഒരാള് ഒരു വീട്ടിൽ മരണപ്പെട്ടാൽ 3 ദിവസം അസാഇന്റെ ദിവസമാണ്. അസാ എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്ന ദിവസമാണ്. ആശ്വസിപ്പിക്കൽ പ്രത്യേകം മനസ്സിലാക്കണം. എൻ്റെ വിഷയം ആ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകളെ കൊണ്ട് വീട്ടുകാർക്ക് വേദന വരരുത്. മരിച്ചുപോയൊരു കുട്ടിയുടെ കഥ ആ വീട്ടുകാരോട് വീണ്ടും ചോദിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന മുറിവ് അല്ലെങ്കിൽ ഉണങ്ങാനിരിക്കുന്ന മുറിവിനെ വീണ്ടും വേദനിപ്പിക്കലാണ്. അതുകൊണ്ട് മൗനമാണെങ്കിൽ മൗനം മതി, മൗനമാണെങ്കിൽ മൗനം മതി. നിങ്ങളൊന്നും സംസാരിക്കണമെന്നില്ല. ആ വീട്ടുകാരെ പോയി ഒന്ന് കാണുക, അല്ലാഹുവിനോട് ദുആ ചെയ്തു പോരുക. ഒരുപക്ഷെ അവർക്ക് അതായിരിക്കും ആശ്വാസം. 3 ദിവസം അസാ ആണ്. തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ആ വീട്ടുകാർക്ക് നിങ്ങൾ ഭക്ഷണമുണ്ടാക്കി കൊടുക്കണം, അയൽവാസികൾ. കാരണം ഫഖദ് ശഗലഹും അൻഹു മൗതു, ആ മരണം കാരണം ആ വീട്ടുകാർക്ക് പാകം ചെയ്യാൻ കഴിയില്ല, അവരുടെ മനസ്സ് അസ്വസ്ഥമാണ്. അതുകൊണ്ട് 3 ദിവസത്തോളം അയൽവാസികൾ മരണപ്പെട്ട വീട്ടുകാരെ നോക്കണം എന്ന് വരെ ശരീഅത്തിന് വീക്ഷണമുണ്ട്. മഹാഷാ അല്ലാഹ്. 3 ദിവസം അസാ ആണ്. 3 ദിവസം കഴിഞ്ഞാൽ ഔദ്യോഗികമായ ദുഃഖാചരണം കഴിഞ്ഞു. പിന്നെ സങ്കടപ്പെട്ട് ഇരിക്കുക എന്ന ഒരു രീതി ശരിയല്ലെന്നാണ് ശരീഅത്ത് പറയാൻ. മഹാനായ ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികത്തേക്ക് അസാ ചെയ്യാൻ വന്ന മുഹമ്മദ് ബിൻ ഖലഫ് എന്നവർ പറയാൻ, ഞാൻ ചെന്ന് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി. ലഖദ് കുൻതു അലാ ഹുബ്ബി ലഹു അഷ്തഹി മൗത. വാപ്പ പറയാൻ, എൻ്റെ മോൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, 11 വയസ്സുള്ള മോൻ. എന്നാലും ആ മകൻ്റെ മരണം എനിക്ക് പ്രയാസമായിരുന്നില്ല. മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മനസ്സ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ്, നിങ്ങൾ ആലിമുദ്ദുന്യ, ലോകം കണ്ട ആലിമല്ലയോ? നിങ്ങൾ ഇങ്ങനെയാണോ പറയേണ്ടത്? എൻ്റെ മകൻ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എൻ്റെ മനസ്സ് അങ്ങനെയായിരുന്നു എന്ന് പറയാനൊക്കുമോ? നിങ്ങൾ പറയുന്നത് ശരിയാണോ? നിങ്ങളുടെ മകനാണെങ്കിലോ സബിയുൻ ഖദ് ഹഫിദൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്ത മോനല്ലയോ? വലഖൻസഹുൽ ഹദീസ് വൽ ഫിഖ്, ഹദീസും ഫിഖ്ഹും പഠിച്ച മോനല്ലേ? ആ മോൻ മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു എന്നാണോ? ഖാല നഅം, ഞാൻ പറഞ്ഞു അതെ.
നിങ്ങൾക്കറിയുമോ, ആ കുഞ്ഞെങ്ങാനും എന്നെ വിട്ട് അള്ളാഹുലേക്ക് യാത്ര പോകുമ്പോൾ അത് കാരണം, ആ മോൻ കാരണം എനിക്കും ആ മോനും എൻ്റെ കുടുംബത്തിനും ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? അസുഖമായി കിടന്നിരുന്ന മോനായിരുന്നുവിത്. ആ അസുഖത്തിൽ മോൻ മരണപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് മഹാനവറുകൾ ചിന്തിക്കാൻ വേറെയും ഒരു കാരണമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ലഖദ് റഅയ്തു ഫീ മനാമീ, എനിക്കല്ലാഹു ഒരു സ്വപ്നദർശനം കാണിച്ചു തന്നു. സ്വപ്നങ്ങൾ തെളിവുകളായി ഉദ്ധരിക്കപ്പെടില്ലെങ്കിലും സ്വപ്നങ്ങളിൽ മുബശ്ശിറാത്തുകളുണ്ട്, സന്തോഷ വാർത്തകളുണ്ട്, സ്വപ്നങ്ങളിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മഹാന്മാർ പറയും. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഈ മരണപ്പെട്ട കുഞ്ഞിൻ്റെ ഉപ്പ ഇബ്രാഹീമുൽ ഹർബി റഹ്മത്തുള്ളാഹി അലൈഹി കണ്ട സ്വപ്നം എന്താണ്? ഒരുപാട് മക്കൾ ഖിയാമത്ത് നാൾ നടക്കുകയാണ്. കഅന്നൽ ഖിയാമത ഖാമത്, അന്ത്യനാൾ സംഭവിച്ചിരിക്കുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ ബിഐദീഹിം ഖിലാലുൻ ഫീഹാ മാ, വെള്ളം നിറച്ചുകൊണ്ട് ഖിയാമത്തിന്റെ എരിപരി കൊള്ളുന്ന ചൂടിൽ ആളുകൾക്ക്, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ ഒരുപാട് മക്കൾ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. യസ്തഖ്ബിലൂനന്നാസ്, ചില ആളുകളെ ഓടിച്ചെന്നവർ കെട്ടിപ്പുണർന്ന് വാരിപ്പുണരുന്നുണ്ട്, എന്നിട്ടവർക്ക് വെള്ളമൊഴിച്ച് കുടിക്കാൻ കൊടുക്കുന്നു. ആ ദിവസം അതിശക്തമായ ചൂടുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു മക്കളോട്, ഇസ്കിനി മിൻ ഹാദൽ മാ, കുഞ്ഞെ എനിക്ക് ഒരിച്ചിരി വെള്ളം തരൂ. ഫനദറ ഇലയ്യ, എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, ലസ്ത അബീ, നിങ്ങൾ എൻ്റെ ഉപ്പയല്ലല്ലോ, നിങ്ങൾ എൻ്റെ ഉപ്പയല്ല, നിങ്ങൾ എൻ്റെ പിതാവല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മൻ അൻതും, മക്കളെ നിങ്ങളൊക്കെ ആരാണ്? നഹ്നു സുബിയത്തുല്ലദീന മിത്നാ, ഞങ്ങൾ കുഞ്ഞുനാളിൽ മരണപ്പെട്ടു പോയ മക്കളാണ്. വഹ്തസബനാ ആബാഉനാ, ഞങ്ങളുടെ ഉപ്പമാർ അതിൽ ക്ഷമിക്കുകയും ഞങ്ങളുടെ ഉപ്പമാർ അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളുടെ മരണത്തിൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും ചെയ്തവരാണ്. നന്തളിറുഹും ലിനസ്ഖിയഹും, ആ ഉപ്പയെയും ഉമ്മയെയുമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അവർക്ക് വെള്ളം കൊടുക്കാൻ. ഫനസ്ഖീഹിമുൽ മാ, ഈ വെള്ളം ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെയാണ് കുടിപ്പിക്കുന്നത് എന്നെന്നോട് ആ മക്കൾ പറഞ്ഞു. ഫലിദാലിക ഇസ്തഹൈതു മൗത, അവിടെ മുതലാണ് മുഹമ്മദ് ഇബ്നു ഖലഫെ, എൻ്റെ മകൻ മരിക്കുകയാണെങ്കിൽ എനിക്കും നാളെ മഹ്ശറയുടെ ചൂടിൽ എനിക്കല്ലാഹു വെള്ളം തരുമല്ലോ എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് മഹാനവറുകൾ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രസവം നടന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മമാരെ നിങ്ങൾ വിഷമിക്കരുത്. ഉപ്പമാരെ, നിങ്ങൾക്ക് കൊച്ചുമക്കള് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിനെ പറയുമ്പോൾ സമർക്കന്ത് ഓർമ്മ വരണം. ഇമാം ബുഖാരി തങ്ങളുടെ മഖാമുള്ളത് സമർക്കന്തിലാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി, മഹാനവറുകൾ ജനിച്ചത് ബുഖാറയിലാണ്. സമർക്കന്തിൽ നിന്നും ഒരു 150 കിലോമീറ്റർ അപ്പുറത്ത്. പക്ഷേ സമർക്കന്തിലാണ് ബുഖാരി തങ്ങളുടെ മഖാമുള്ളത്. ബുഖാരി ഇമാം കിടക്കുന്നത് അവിടെയാണ്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ സമർക്കന്തിലൊക്കെ ഒന്ന് അതിഞ്ഞാൽ എന്തായാലും പോകണം. ഒന്ന് ഇൽമിൻ്റെ നാടാണ്. നമ്മുടെ നാട്ടിലേക്ക് എളിവും വെളിച്ചവും കൊണ്ടുവന്നൊരു മഹാന്റെ നാടാണ്. ഒരുപാട് മഹത്തുക്കൾ, ഇസ്ലാമിൻ്റെ വലിയ ചരിത്രങ്ങൾ കിടക്കുന്ന നാടാണ് സമർക്കന്ത്. ടാഷ്കൻഡ് എന്ന് കുറച്ച് ഉസ്ബെക്കിസ്ഥാനിലാണ്. പഴയകാല റഷ്യ എന്ന് പറയും, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, മാലി അബ്ദിൽ മുഅ്മിനി ഇൻദി ജസാഉൻ ഇദാ ഖബദതു സഫിയഹു മിൻ അഹ്ലി ദുനിയ ثم احتسبه إلا الجنة. മക്കൾ മരിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് മക്കളോട് പിതാവിൻ്റെ ഖൽബിൻ്റെ ബന്ധം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മാലി അബ്ദിൽ മുഅ്മിനി ഇൻദി ജസാ, മുഅ്മിനായ മനുഷ്യന് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. എപ്പോൾ? ഇദാ ഖബൽതു സഫിയഹു മിൻ അഹ്ലിദ് ദുനിയ, ഈ ലോകത്തവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ റൂഹ് ഞാൻ പിടിച്ചാൽ. ചിലർക്ക് വേണ്ടപ്പെട്ടത് ഉമ്മയായിരിക്കും. ഉമ്മയെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കുക, ഉമ്മയുടെ കൂടെ തന്നെ തമാശ പറഞ്ഞു ഉമ്മക്ക് കൈകാലുകൾ മസാജ് ചെയ്ത് കൊടുത്തും ഉമ്മയെ
ശുശ്രൂഷിച്ചും ഉമ്മയാണ് ജീവൻ, ഉമ്മയാണ് ജീവിതം, അല്ലെങ്കിൽ ഉപ്പയാണ് ജീവിതം, അങ്ങനെ കഴിയുന്ന ആളുകളുണ്ട്. ചിലക്ക് അതായിരിക്കും, ചിലക്ക് അവൻ്റെ ഭാര്യയായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും വലുത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരോ, ആ പ്രിയപ്പെട്ടവർ മരിക്കുകയാണെങ്കിൽ അതതിന് ഡിമാൻഡാണ്. ആ മരണത്തിൽ നിങ്ങൾ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടെ ക്ഷമിക്കുകയും ചെയ്താൽ ഇല്ലൽ ജന്ന, അള്ളാഹു നൽകുന്ന പ്രതിഫലം സ്വർഗമാണ്, സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇദാ ബുലീത ഫതിഖ് ബില്ലാഹി വറുള ബിഹി, ഇദാ ബുലീത ഫതിഖ് ബില്ലാഹി വറുള ബിഹി ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാ ഹുവല്ലാഹു, അല്ലാഹു യുഹ്ദിഥു ബഅദൽ കർബി മൈസറതൻ ലാ തജ്സഅന്ന ഫഇന്നൽ കാശിഫല്ലാഹു. അതുകൊണ്ട് മനസ്സുകളെ പാകപ്പെടുത്തുക, മനസ്സുകളെ തയ്യാർ ചെയ്തു വെക്കുക. ഹൃദയം വലിയൊരു വിഷയമാണ്. ഹൃദയത്തിന് വരുന്ന തകരാറ്, നമ്മുടെ മനസ്സിൽ കയറി കൂടുന്ന സങ്കടം ശരീരത്തിന് രോഗങ്ങൾ വരുത്തി വെക്കുന്നതാണ് പുതിയ പഠനം. രോഗങ്ങളുടെ വലിയൊരു കാരണം മനസ്സിൻ്റെ ചിന്തകളാണെന്നാണ്. ഒരു ആബിദായ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിന് പ്രയാസപ്പെടണം? ലോകത്തെ വലിയ പരീക്ഷണം എന്ന് പറയുന്നത് മരണമാണ്. മരണത്തോടുകൂടെ ഈ ലോകത്തിന്റെ ചിത്രം അവസാനിക്കുകയാണ്. അതുപോലും ഇങ്ങനെയാണ് കാണേണ്ടത് എന്ന് ശറഅ് പഠിപ്പിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് അതിലൊക്കെ പാഠമുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, ആരാണോ ചരിത്രത്തിൽ രണ്ടാം ഉമർ എന്നറിയപ്പെട്ടത്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ മകനുണ്ട് അബ്ദുൽ മലിക് എന്ന് പറയുന്ന മോൻ. ആ മോൻ മരണപ്പെടാൻ കിടക്കുമ്പോൾ യാ ബുനയ്യ കൈഫ തജിദുക്, മോനെ എങ്ങനെയുണ്ട് മോനെ നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ മോൻ പറഞ്ഞു തജിദുനി യാ അബതാഹു ഫിൽ മൗത്ത്, ഉപ്പാ എനിക്ക് മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, ഞാനിതിൽ മരിക്കുകയാണെന്ന് തോന്നുന്നു. വാപ്പയും മോനും തമ്മിൽ നടക്കുന്ന സംഭാഷണം നോക്കണേ. ആ നേരത്തെ നമ്മുടെ മനസ്സെന്തായിരിക്കും? ഒന്നും വേണ്ട, ക്യാൻസറാണ്, സ്റ്റേജ് 4 എന്ന് ഡോക്ടർമാരങ്ങ് പറയുന്നതോടുകൂടെ തീർന്നു ദുന്യാവ്. തീർന്നില്ലേ? പിന്നെ എണ്ണി തീർക്കുകയാണ്. എത്ര നാൾ, എത്ര ദിവസം? ഞാൻ നേരം വെളുക്കുമോ? അള്ളാഹു എല്ലാറ്റിനും ശിഫ നൽകാൻ കഴിയുന്നവനാണ്. ഒന്ന് കൈ ഉയർത്തി ദുആ ചെയ്യണേ, ഒന്ന് ആമീൻ പറയണേ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ അറിവിലും പരിചയങ്ങളിലുമുള്ളവരും ഞങ്ങൾ ഓരോരുത്തരുമായും പരിചയങ്ങളിലുള്ള മുഅ്മിന മുഅ്മിനാത്തുകളിൽ അള്ളാഹുവേ മാരകങ്ങളെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന അസുഖങ്ങളുള്ളവർ, യാ അല്ലാഹ് ഇന്ന ദാലിക അലല്ലാഹി യസീർ, എല്ലാം നിനക്ക് എളുപ്പമാണല്ലോ റബ്ബേ. അള്ളാഹുവേ നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ നിന്റെ കാവൽ ഞങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണേ പടച്ചവനെ. നീ കാവൽ നൽകണേ റബ്ബേ, ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കൈഫ തജിദുക്, വാപ്പയും മോനും. ആരായി വാപ്പെന്നറിയോ? 22 രാജ്യങ്ങളുടെ ഭരണാധികാരി. 22 രാജ്യങ്ങളുടെ ഭരണാധികാരി. തൻ്റെ മകൻ്റെ ആ ഒരു അസുഖത്തിൽ മകനെ രക്ഷപ്പെടുത്താൻ വാപ്പക്കൊണ്ടാവില്ല. ഫഇന്നൽ കാശിഫല്ലാഹു, ഇതിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നാണ്. ഭൂമിയുടെ 22 രാജ്യങ്ങളുടെ ഭരണം ഇവരുടെ കയ്യിലാണ്. പക്ഷേ ഈ മകന്റെ റൂഹിന്റെ വിഷയം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല. യാ ബുനയ്യ, മോനെ കൈഫ തജിദുക, എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മലിക്കാണ് മകന്റെ പേര്. അബ്ദുൽ മലിക് എന്ന മകൻ, ഉപ്പാ തജിദുനി അബതാ, എൻ്റെ ഉപ്പാ ഫിൽ മൗത്ത്, മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉപ്പയുടെ വാക്ക്, യാ ബുനയ്യ മോനെ ലഅൻ തകൂന ഫീ മീസാനി അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന ഫീ മീസാനിക്, മോനെ എൻ്റെ തുലാസിൽ നീ അനുഗ്രഹമായി വരുന്നതാണ് നിന്റെ തുലാസിൽ ഞാൻ അനുഗ്രഹമായി വരുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ല? മകനെ, നീ എനിക്ക് എൻ്റെ നന്മ തിന്മ തൂക്കുന്ന മീസാനിൽ ഖനമായി നീ വരുന്നതാണ്. നീ കാരണം എനിക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. നിന്റെ മരണം ആദ്യം സംഭവിച്ച് ഞാൻ ക്ഷമിക്കുന്നതാണ്. നിന്റെ മുമ്പ് ഞാൻ മരണപ്പെട്ട് നീ ക്ഷമിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളും അവരും വലിയ ബുദ്ധിയുള്ള വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്, ഹിക്മത്തിന്റെ വാക്കുകൾ. മോൻ പറഞ്ഞു, യാ അബത്തി, ഉപ്പാ
വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅൻ യകൂന മാ തുഹിബ്ബുഹു അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന മാ ഉഹിബ്ബുഹു. ഉപ്പാ, ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കലാണ്. സുമ്മ മാത്, ഇത് പറയുന്നതോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞ മോനാണ് 18 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്ന അബ്ദുൽ മലിക് ബിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ അബ്ദുൽ മലിക് എന്ന പേരുള്ള മകൻ. യാ അല്ലാഹ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി മകനെ മറവ് ചെയ്യാൻ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിന്നു. ഫഅഹാത ബിഹിന്നാസ്, എല്ലാവരും ചുറ്റും നിൽക്കുന്നുണ്ട്. വല്ലാഹി, ആ മോനോട് നേരിട്ട് സംസാരിച്ചു. തൽഖീന് പറയുമ്പോൾ അസുഖം വരുന്ന ആൾക്കാരുണ്ട്, ഒന്ന് കേൾക്കണം. മരണം എന്ന് പറയുന്നത് ഒരു ദാറിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന് അടുത്ത ഒരു വീട്ടിലേക്കുള്ള യാത്രയാണ്. ആ വീട് ഈ വീടിനേക്കാളും ടോട്ടലി ഡിഫറൻ്റ് ആണ്. അവിടെ കേൾക്കുന്നുണ്ട് ശഅസന അലൈഹി, ചെരുപ്പിൻ്റെ വാറിൻ്റെ ശബ്ദം, മരിച്ചു കിടക്കുന്ന മയ്യത്ത്, അവരെ അവിടെ മറവ് ചെയ്ത് പോകുന്നവരുടെ സംസാരവും ചെരുപ്പിൻ്റെ വാറിൻ്റെ ശബ്ദവും മയ്യത്ത് കേൾക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബർസ്ഥാനിലേക്ക് കയറി ചെല്ലുമ്പോൾ ദുആയുണ്ട്. ഇവിടെ കിടക്കുന്ന വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. എന്തിനാണെന്നറിയോ? അവർ സലാം മടക്കും എന്ന് വിചാരിച്ച് പടച്ചോന്റെ കഴിവുണ്ടെന്നല്ല ഈ പറയുന്നത്. അവർക്ക് അള്ളാഹു ഒരു ഹയാത്ത്, ഒരു ജീവിതം ഖബറിൽ കൊടുക്കുന്നുണ്ട്. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അവർക്ക് സലാം മടക്കാൻ കഴിയും. പുണ്യ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് എത്രയോ ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുൽ മലിക് ബിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മുജദ്ദിദാണ്, 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് ബിത്തിഫാഖിൽ ഉലമാ, ലോകം അംഗീകരിച്ച മുജദ്ദിദാൻ. ലോക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വറഹ്മത്തുള്ളാഹി തആല അലൈഹി മകന്റെ ഖബറിന്റെ അരികത്ത് നിന്ന് പറഞ്ഞു, മോനെ, വല്ലാഹി യാ ബുനൈ ലഖദ് കുൻത ബാറൻ ബിഅബീക്. മക്കളെ, ചെറുപ്പക്കാരെ, ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്കൊരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും, എത്രയോ ഇഷ്ടപ്പെട്ടവർ, കൂടെ പഠിച്ചവർ, ക്ലാസ്മേറ്റുകൾ, അവരൊക്കെ നമുക്ക് വലിയവർ തന്നെയാവാം. എന്നാൽ തൻ്റെ ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളെക്കാളും വലുതല്ല സുഹൃത്തുക്കളാരും. ഇത് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. രക്തബന്ധത്തെക്കാളും വലുതല്ല നമ്മുടെ സൗഹൃദ ബന്ധം. രക്തബന്ധത്തിന് വലിയ കൂലിയാണ്, അത് കാത്തു സൂക്ഷിക്കുന്ന വലിയ പ്രതിഫലമാണ് ശറഅ പറയുന്നത്. ഒരു വാപ്പ മകന് കൊടുക്കുന്ന, ലോകത്ത് കൊടുത്ത സർട്ടിഫിക്കറ്റുകളിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ അവരുടെ മകൻ അബ്ദുൽ മലിക് എന്ന മകന് കൊടുക്കുകയാണ്. മോനെ എന്ന് വിളിക്കുകയാണ്. ആരെ വിളിക്കണമെന്നറിയോ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മകനെ. ഇത് വെറും വർത്താനാണെങ്കിൽ മുജദ്ദിദായ മഹാൻ ഇത് ചെയ്യോ? ഉണ്ടാണ്ട് പോരൂല. എവിടെന്ന് മകനതറിയാം, മകനത് കേൾക്കുന്നുണ്ട് എന്നറിവോടുകൂടെ തന്നെയാണ് മഹാനി പറയുന്നത്. ജനങ്ങളൊക്കെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നവർ കിതാബ് സുഹുദിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും മഹാന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആ മോനോടാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. മോനെ, ലഖദ് കുൻത ബാറൻ ബിഅബീക്. മോനെ, നിന്റെ ഉപ്പയോട് നന്നായി പെരുമാറിയിരുന്ന, ഉപ്പയെ നല്ലോണം സ്നേഹിച്ചിരുന്ന മോനായിരുന്നു നീ എന്ന് എനിക്കറിയാം. ഒരു വാപ്പ മകനോട് ഇത് പറഞ്ഞാൽ മകന് കിട്ടുന്ന ലോകത്തെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്സ് അതാണ്. സ്പോർട്സിന്, വേറെതെങ്കിലും കായികത്തിലെ ഏതെങ്കിലും മറ്റു പരീക്ഷകളിൽ കിട്ടുന്ന വിജയത്തിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല. ഇതാണ് വലുത്. മോനെ, വാപ്പയാ എന്നോട് ഏറ്റവും നന്നായി പെരുമാറിയ മോനാണ് നീ മോനെ. വല്ലാഹി മാ സിൽതു മസ്റൂറൻ ബിക് മുൻദു വഹബകല്ലാഹു ലീ ഇലാ അൻ ഇസ്തൗദഅതുകല്ലാഹ ഫിൽ മൻസിലില്ലദീ സയ്യറകല്ലാഹു ഇലൈഹി. മോനെ, നീ ജനിച്ച നാളു മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. അള്ളാഹു നിന്നെ കൊണ്ടുപോവുകയും റബ്ബിന്റെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഈ നിമിഷം വരെ ഇവിടെ അങ്ങോട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്താ വേണ്ടത്?
ഈ പൊരുത്തം കിട്ടിയാൽ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മാതാപിതാക്കളുടെ പൊരുത്തം. മക്കളെ, നിങ്ങൾക്ക് ആൺകുട്ടികളെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല സുന്ദരിമാരായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് വന്നേക്കാം ജീവിതത്തിൽ. പക്ഷേ നിങ്ങളുടെ ഉമ്മ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. നിങ്ങളുടെ വാപ്പ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. പെൺകുട്ടികളെ, യു മേ മാരി സംവൺ മോസ്റ്റ് ഹാൻസം. വളരെ ഭംഗിയുള്ള സുമുഖന്മാരായ പുരുഷന്മാരെ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കിട്ടിയെന്ന് വന്നേക്കാം. പക്ഷേ they won't love you the way your mom and dad did. നമ്മൾ തിരിച്ചറിയണം, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഭർത്താവിനോ കാമുകനോ ഒന്നും കഴിയില്ല. Boys, you may marry the most beautiful, prettiest women on earth. They won't love you the way your mom and dad loved. തിരിച്ചറിയണം നമ്മൾ. നമ്മുടെ ഉമ്മയും വാപ്പയും സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ടൊന്നും കഴിയില്ല. ഇംപോസിബിൾ. ഇത് അല്ലാഹു നിശ്ചയിച്ചൊരു സ്നേഹമാണ്. അതുകൊണ്ട് ഖുർആൻ എടുത്ത് നോക്കിയാൽ മക്കളോട് അല്ലാഹു പറയും, മക്കളെ, അനിഷ്കുർലി വലിവാലിദൈക്, നീ എനിക്ക് നന്ദി പറയണം, നിന്റെ മാതാപിതാക്കളോട് നന്ദി പറയണം. പിന്നെ പറയും, നിന്റെ മാതാപിതാക്കൾ إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما. നിന്റെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അത്തും വിത്തും പറയാൻ തുടങ്ങും, അൾഷിമേഴ്സ് വരും, മെമ്മറി ലോസ് വരും, പറഞ്ഞത് ഓർമ്മയുണ്ടാകില്ല, ആളെ തിരിച്ചറിയാതെ വരും, പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. മക്കളെ, നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് ആ വാർദ്ധക്യത്തിൽ ഛേ എന്നൊരു വാക്കുപോലും പറയല്ലേ. ഖുർആൻ പറയും, ഏതെങ്കിലും വാപ്പയോട് ഖുർആൻ പറഞ്ഞോ നിങ്ങളെ മക്കളെ സ്നേഹിക്കണമെന്ന്? പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? മക്കളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹം ഇറ്റ് ഈസ് ഓൾറെഡി എംബെഡഡ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ്സ്. അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ വെച്ചു കൊടുത്തൊരു സ്നേഹമാണ്. സ്നേഹിക്കണ്ട എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും സ്നേഹിക്കും മക്കളെ, പക്ഷെ മക്കൾ തിരിച്ചു കൊടുക്കുന്നത് ഇബാദത്താണ്. അത് മക്കൾ ഡെലിബറേറ്റ്ലി ചെയ്യുന്ന പണിയാണ്. ഉമ്മാക്കും വാപ്പാക്കും മക്കളെ സ്നേഹിക്കാൻ പണിയില്ല. എന്തേ? അവരെ സ്നേഹിച്ചിരിക്കും, അങ്ങനെയാണ്. നേരെ മറിച്ച് തിരിച്ചാ സ്നേഹം മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് ഇബാദത്താണ്. അത് മക്കൾ ചെയ്യണം. അതൊരു പക്ഷേ ജന്മനാ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഖുർആൻ മക്കളോട് മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞില്ല? മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല മക്കളെ സ്നേഹിക്കാൻ. അത് പറഞ്ഞാലും ഇല്ലെങ്കിലും അവർ സ്നേഹിക്കുന്ന ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, മോനെ, മാസിൽതു മസ്റൂറൻ ബിക, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു മോനെ, മുൻദു വഹബകല്ലാഹു ലീ, എനിക്ക് അല്ലാഹു നിന്നെ തന്നേടം മുതൽ. മക്കളില്ലാത്തവർക്ക് റബ്ബേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ നൽകിയവർക്ക് റബ്ബേ ആ മക്കളിൽ കൺകുളിർമയെ സന്തോഷത്തെ കൊടുക്കണേ റബ്ബേ. മക്കൾ രോഗികൾക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനെ. മക്കളൊക്കെ ഒരു +2 ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്കൊക്കെ ഉമ്മാർക്കും ഉപ്പാർക്കും സംസാരിക്കാൻ പേടിയാണ്. മോം സ്റ്റോപ്പ് നാഗിങ്. അമ്മ ഇങ്ങനെ ഗിടുകിറ് പറഞ്ഞുകൊണ്ടിരിക്കല്ല. എന്തിന്? നിസ്കരിച്ചോ ചോദിക്കുന്നതിനായി പറയാ. അത് ഉമ്മ എന്നും ചോദിക്കും. വീട്ടിൽ കയറി വരുമ്പോൾ ചോദിക്കും, മോനെ, നിന്റെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരനല്ലേ, നീ അവിടെ എവിടെയും പോയിട്ടില്ലല്ലോ. അമ്മ ഒന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഐ ആം ഫെഡ് അപ്പ്. മക്കള് പറയും, അമ്മ വെറുപ്പാകുന്നുണ്ടിട്ട് ഞങ്ങളെ ഉപദേശം കേട്ടിട്ട്. 10, 12, 13 വയസ്സായി തുടങ്ങുമ്പോൾ ഉപദേശങ്ങളൊക്കെ ഉറപ്പായി തുടങ്ങും. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ മക്കളെ നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ, 7 വയസ്സ് 14 വയസ്സിനിടയിൽ നന്നാക്കിയാൽ കിട്ടും. ഇല്ലേ പോയി 7 വയസ്സ് 14 വയസ്സ്, രണ്ടാമത്തെ 7, ആദ്യത്തെ 7 ലാഇബുഹും സബ്അൻ, 7 വയസ്സ് വരെ കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ്. പക്ഷേ the second 7 to 14, 7 മുതൽ 14 വയസ്സ് വരെയുള്ള അദ്ദിബുഹും, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അദബ് പഠിപ്പിച്ചു കൊടുക്കുന്ന വല്ല അറബി കോളേജിലും കൊണ്ടേ ചേർത്തണമെങ്കിലോ ഹിഫ്ദിൽ ചേർത്തണമെങ്കിലോ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണമെങ്കിലോ ഒക്കെ 7 to 14 ഇടയിൽ ചെയ്താലേ ഫലിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. വസാഹിബുഹും സബ്അൻ, പിന്നെ നീ കൂട്ടുകാരനായി നടക്കണം 14 മുതൽ 21 വരെ. പിന്നെ ആ കയറുകിട്ട് ഇട്ടുകൊടുത്തേക്ക് നീ നോക്കിയിട്ട് കാര്യമില്ല. നന്നായാൽ ആ മകൻ നന്നായി, കേടെന്നാൽ അത് കേടുവന്നു. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ രക്ഷിതാക്കളോട്, കൂട്ടുകാരോട് പറയാണ്, നമ്മുടെ മക്കളിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങളുടെ മോള് ഹിജാബ് ധരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, 14 വയസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞോളൂ. 14 കഴിഞ്ഞ ഉമ്മ, എനിക്കിപ്പോൾ
എന്നൊക്കെ പറയാൻ തുടങ്ങി. ഐ എം നോട്ട് കൺവിൻസ്ഡ്, എനിക്കൊന്ന് ബോധിക്കട്ടെ എന്ന് പറയും. എങ്ങനെയുണ്ട് ബോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ചില ഉമ്മാർ പറയും എനിക്ക് നിർബന്ധിക്കാൻ താല്പര്യമില്ല, ഓൾക്ക് അതൊക്കെ മനസ്സിലാവുമ്പം ചെയ്തോളൂന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ റോഡ് ഇവിടെ മുറിച്ച് കിടക്കുമ്പോൾ ഇവിടെ വളണ്ടിയേഴ്സ് ഇങ്ങനെ ഗാർഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആക്സിഡൻ്റ് ഇല്ലാതെ ഈ നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു ചെറിയ പൈതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുതറിയോടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൈപിടിച്ച് നിർത്തോ, അതല്ല കുട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടോ നിന്നോട്ടെ നിങ്ങൾ പറയോ? നിങ്ങളെന്താ ചെയ്യുക? എൻ്റെ കുട്ടിക്ക് ബോധ്യപ്പെടുമോ നിന്നോളൂ, ഇപ്പം ഓടിക്കോട്ടെ പറയോ നിങ്ങൾ? റോഡ് മുറിച്ചടക്കുമ്പോൾ ചെയ്യൂല. എന്തേ? അത് അപകടമാണെന്ന് നിങ്ങൾക്കറിയാം. ആ കുട്ടിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ രക്ഷിതാക്കളാണ്, നിങ്ങൾക്കറിയാം ഹിജാബ് വേണം, നിങ്ങൾക്കറിയാം ഔറത്ത് മറക്കണം, നിങ്ങൾക്കറിയാം മോഡസ്റ്റ്ലി ഡ്രസ് ചെയ്യണം. ഇത് അവർക്ക് ബോധിച്ചോളും. പക്ഷേ ശറഅ് പറഞ്ഞ സമയം കൊണ്ടത് തുടങ്ങണം. 7 മുതൽ 14 നിങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടുപോകും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ മകൻ, ബാറം ബി അബീക്, നിന്റെ വാപ്പയായ എന്നോട് അത്രമേൽ സ്നേഹം കാണിച്ച മോനാണ് നീ. മോനെ, നീ ദുന്യാവിലേക്ക് വന്നത് മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഇലാ അനിസ്തൗദഅതുക ലില്ലാഹ്, അല്ലാഹുവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത് വരെ. അതെവിടെയാണ്? ഫിൽ മൻസിലില്ലദീ സയ്യറകല്ലാഹു ഇലൈഹി, ഏതൊരു വീട്ടിലേക്കാണോ മോനെ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഏതൊരു മൺവീട്ടിലേക്കാണോ നീ വന്നിരിക്കുന്നത്, ഈ വീട്ടിലേക്ക് എത്തുന്നത് വരെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഫറഹിമകല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വഗഫറ ദംബക, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. വജസാക ബിഅഹ്സനി അമലിക, ലോകത്തിൻ്റെ മുജദ്ദിദായ മഹാനായി പ്രാർത്ഥിക്കുന്നത് 2.5 വർഷം മാത്രം ഭരണം നടത്തിയിട്ട് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഭരണത്തോളം തുല്യമായ നീതി ലോകത്തിന് കൈമാറിയ അത്ഭുതകരമായ ഭരണം 2-ാം ഉമർ ഥാനി എന്ന് ലോകം പേരിട്ട് വിളിച്ചു. ആ മഹാൻ, മോനെ, അല്ലാഹു നിന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. വറഹിമ കുല്ല ഷാഫിഇൻ യശ്ഫഉ ലക്, അബ്ദുൽ മലിക്കെ, നിനക്ക് പുറത്തു തരണം എന്ന് ദുആ ചെയ്യുന്ന, നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ. മകന് ദ്വാരുന്നത് മാത്രമല്ല, മകന് വേണ്ടി ദുആ ചെയ്യാൻ കൂടെയുള്ള ആളുകളോടൊക്കെ പറയുകയാണ്, എൻ്റെ ഈ മകന് വേണ്ടി ആരെല്ലാം അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്നുണ്ടോ, അല്ലാഹുവേ ഷാഹിദിൻ ഔ ഗായിബിൻ, ഇവിടെ ഇപ്പോൾ ഉള്ളവരും ഇനി വരാനിരിക്കുന്നവരുമായ, ഇവിടെ ഇല്ലാത്തവര്, അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ. അവിടെ നമ്മളൊന്ന് ദുആയിരക്കാണ്, അല്ലാഹുവേ നിന്റെ സ്വാലിഹായ അബ്ദ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ, അവരുടെ മകൻ അബ്ദുൽ മലിക്കിന് റഹ്മത്ത് ചെയ്യണമേ. മഹാൻ ദുആ ചെയ്തു പോയതാ. ആരൊക്കെ ദുആ ചെയ്യുന്നുണ്ടോ അവർക്കും റഹ്മത്ത് ചെയ്യണമേ. റളീനാ ബിഖളാഇല്ലാഹ്, അല്ലാഹുവേ നിന്റെ വിധിയിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു റബ്ബേ. അതാണ് വിഷയം. നിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടു. 17 വയസ്സുള്ളൊരു മോന് മരിച്ചു പോകുമ്പോൾ എന്താണ് അവസ്ഥ? എത്ര കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് പോയവർ കടലിൽ മുങ്ങി താഴുന്നു. എഞ്ചിനീയറിങ്ങിന് പോയ മകൻ തിരിച്ചു ബസ് ആക്സിഡൻ്റ് ആകുന്നു. എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന, മെഡിസിന് പഠിക്കുന്ന മക്കളെ എന്തെല്ലാം അപകടങ്ങളിലും അല്ലാതെയും പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട്. എത്രയെത്ര അനുഭവങ്ങൾ. ആ വേദനയുടെ ഭാരം എങ്ങനെയാണ് അവർക്ക് താങ്ങാൻ കഴിയുന്നത്? കഴിയുന്നതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, റളീനാ ബിഖളാഇല്ലാഹ്, അല്ലാഹുവേ നിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടു. ഈ തൃപ്തിപ്പെടൽ മുഅ്മിനാണെങ്കിലും അല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ക്ഷമിച്ചേ പറ്റൂ, അല്ലേ? ഇതിന് ക്ഷമയില്ലാതെ വല്ല പരിഹാരമുണ്ടോ? ക്ഷമിച്ചേ പറ്റൂ. മുഅ്മിനായ മനുഷ്യൻ ആദ്യം മുതൽ ക്ഷമിക്കും. ഈമാനില്ലാത്തവൻ കുറച്ചു നാൾ കഴിഞ്ഞാൽ ക്ഷമിക്കും. അതാ വ്യത്യാസം. ഈമാനുള്ളവൻ നേരത്തെ ക്ഷമിക്കും, ഈമാനില്ലാത്തവർ കാലം കുറെ കഴിഞ്ഞാൽ ക്ഷമിക്കും. ഒരു പ്രയാസം വരുന്ന ആദ്യഘട്ടത്തിലാണ് ക്ഷമയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോന്റെ വിഷയത്തിൽ റളീനാ ബിഖളാഇല്ലാഹ് വസല്ലംനാ ലിഅംരില്ലാഹ്, അല്ലാഹുവിൻ്റെ വിധിക്ക്, റബ്ബിൻ്റെ കൽപ്പനക്ക് നാം കീഴൊതുങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതും പറഞ്ഞ് അബ്ദുൽ മലിക് എന്ന മകൻ്റെ ഖബറിൻ്റെ അരികത്ത് നടന്നു വന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നോക്കണം, മഹാനവറുകളുടെ വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരനുണ്ട്, സഹ്ൽ ഇബ്നു അബ്ദുൽ അസീസ്. സഹ്ൽ ഇബ്നു അബ്ദുൽ അസീസ്
ആ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് വഫാത്താകുന്നത്. മഹാന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, മുസാഹിം റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ മഹാനായിരുന്നു. മുസാഹിം എന്നവരെ പ്രൈവറ്റ് സെക്രട്ടറി എടുക്കുന്നത് തന്നെ, മുസാഹിം എന്നവരൊരു യാത്രയിൽ ഒരു കുറ്റിക്കാടിൻ്റെ മറവിൽ ചെന്നിരുന്ന് സുന്നത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോഴാണ് അങ്ങനെ സെക്രട്ടറിയായിട്ട് പദവി കൊടുത്തത്. കുറ്റിക്കാടിന് മുമ്പിൽ കുപ്പിയേറ്റ് പോണതിന് ഒപ്പുണ്ട്, അതല്ല, കുറ്റിക്കാടിൻ്റെ മറവിൽ ചെന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ അവിടം പറഞ്ഞു, ഇയാളെനിക്ക് വേണം. അങ്ങനെ മഹാനായ മുസാഹിം തങ്ങളെ മഹാനവറുകൾ സെക്രട്ടറിയാക്കി എടുത്തു. മഹാനായ മുസാഹിം എന്നവർ വളരെ അടുത്ത സ്നേഹിതനാണ്, വളരെ അടുത്ത കൂടെയുള്ള ആളാണ്. മഹാനായ റബീഉ ഇബ്നു സബ്റ റളിയല്ലാഹു അൻഹു അരികത്തേക്ക് വന്നിട്ട് ഉമർ തങ്ങളോട് പറഞ്ഞു, അല്ലമല്ലാഹു അജ്റക യാ അമീറൽ മുഅ്മിനീൻ. ഒരു മരണപ്പെട്ട വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പറയേണ്ട വാക്കതാണ്, അല്ലമല്ലാഹു അജ്റക വഗഫറല്ലാഹു ലിമയ്യിതിക്. നിങ്ങളുടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലമല്ലാഹു അജ്റക, ആ ക്ഷമ കാരണം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം വലിയ പ്രതിഫലമാക്കി അല്ലാഹു തരട്ടെ. മിനിമം അത്രയെങ്കിലും പഠിച്ചു വെക്കുക. അല്ലമല്ലാഹു അജ്റക വഗഫറല്ലാഹു ലിമയ്യിതിക്. വേറെ ഒരുപാടുണ്ട്, പക്ഷെ അത്ര അങ്ങ് പഠിച്ചു വെക്കുക. അല്ലമല്ലാഹു അജ്റക, നിങ്ങളുടെ കൂലി അല്ലാഹു വണ്ണമാക്കി തരട്ടെ എന്നാ പറഞ്ഞു. അവിടുത്തെ അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ. വഗഫറല്ലാഹു ലിമയ്യിതിക്, നിങ്ങളുടെ മയ്യത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. മഹാനായ റബീഉ ഇബ്നു സബ്റ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, അല്ലമല്ലാഹു അജ്റക യാ അമീറൽ മുഅ്മിനീൻ, മാ റഅയ്തു അഹദൻ ഉസീബ ബിഅളമ മിൻ മുസീബതിക്. നിങ്ങളെക്കാൾ ഒരു പ്രയാസം സംഭവിച്ച ഒരാൾ വേറെയുണ്ടോ എന്നെനിക്കറിയില്ല. നിങ്ങളെ മോനെ പോലോത്ത ഒരു മോനെ ഞാൻ കണ്ടിട്ടില്ല. മാ റഅയ്തു മിഥല ഇബ്നിക ഇബ്നാ, എത്ര നല്ല മോനായിരുന്നു അബ്ദുൽ മലിക് എന്ന മോൻ. വലാ മിഥല അഖീക അഖൻ, നിങ്ങളുടെ സഹൽ എന്ന സഹോദരനെ പോലെ ഒരു സഹോദരനെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ മൗലയായ മുസാഹിം എന്നവരെ പോലെ വലാ മിഥല മൗലാക മൗലൻ ഖത്തു. ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തലതാഴ്ത്തി ഇങ്ങനെ നിന്നു. അപ്പോൾ കൂടുള്ളവർ പറഞ്ഞു, എന്തിനാണ് റബീഉ ഇബ്നു സബ്റ മനസ്സിൽ മാഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു വേദനയെ എന്തിനാണ് നിങ്ങൾ തൊട്ടുണർത്തിയത്? ആ മനസ്സിനെ നിങ്ങൾ നോവിച്ചല്ലേ എന്നിങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തല ഉയർത്തിയിട്ട് പറഞ്ഞു, അഇദ് യാ റബീഉ ഇബ്നു സബ്റ, ആ പറഞ്ഞ വാക്കുകളൊന്ന് നിങ്ങൾ ഒന്നുകൂടെ പറയേ. പറഞ്ഞു, അല്ലാഹു അജ്റക, അല്ലാഹു വലിയ കൂലി തരട്ടെ. നിങ്ങളെപ്പോലെ ഒരു മുസീബത്ത് വന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എത്ര നല്ല മോനായിരുന്നു, എത്ര നല്ല സഹോദരനായിരുന്നു, എത്ര നല്ല മൗലയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ലാ വല്ലദീ ഖളാ അലൈഹിമുൽ മൗത്ത്, ആരാണോ അവർക്ക് മരണം വിധിച്ചത് ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ ഉഹിബ്ബു അന്ന ശൈഅൻ കാന മിൻ ദാലിക ലം യകുൻ, എൻ്റെ സഹോദരൻ മരിച്ചു, എൻ്റെ മൗലയായ മുസാഹിം മരണപ്പെട്ടു, എൻ്റെ മോൻ അബ്ദുൽ മലിക്കും മരണപ്പെട്ടു. ഈ സംഭവിച്ചതിൽ ഒന്നും സംഭവിക്കരുതായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അള്ളാന്റെ തീരുമാനം അത് നടപ്പാവുക തന്നെ വേണമല്ലോ. ഫയാ അയ്യുഹൽ കൗനു മിൻഹു ഇസ്തമി', ലോകമേ കേൾക്കണേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കേൾക്കണേ. വയാ ഉദ്ന ദഹ്രി അൻഹു ഫഫ്ഹമി, കാലത്തിൻ്റെ ചെവികളെ കേൾക്കണേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കേൾക്കണേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കേൾക്കണേ. എന്തൊരു മനോഹരമായ വചനങ്ങൾ, എന്തൊരു മനോഹരമായ തഖ്വ. ഇതാണ് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഷാമിൽ പ്ലാഗ് രോഗം പിടിപെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിയർ അലാമുൻ നുബലായിൽ ആ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഖുതുബ നിർവഹിക്കുകയാണ്. കൊറോണക്ക് വന്ന പോലെ
കോവിഡ് വന്ന കാലം പോലെ ഷാമിലാകെ മാരകമായ പ്ലാഗ് രോഗം വന്നപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഖുത്ബ ഓതിയിട്ട് പറഞ്ഞു, ഇന്ന ഹാദ ത്വാഊന റിജ്സുൻ, ഈ പ്ലാഗ് രോഗം ഒരു മാലിന്യമാണ്, ഫഫിറൂ മിൻഹു, ഓടിക്കോളൂ, ഫിൽ ഔദീതി വശ്ശിആബ്, ഓരോരുത്തരും മലമുകളിലേക്ക് ഓടിക്കോളൂ, കൂടിക്കലർന്ന് ജീവിക്കരുത്, ഒറ്റയിട്ട് പോയിക്കോളൂ. മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു വന്ന സ്വഹാബിയുടെ ചെവിയിൽ ഇത് കേട്ടു. ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു. എന്നിട്ട് അവരുടെ വസ്ത്രവും വലിച്ചുകൊണ്ട് ഓടി വന്നു, ചെരുപ്പ് 2 കൈകളിൽ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, ലഖദ് സ്വഹിബ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായി കൂടെ ജീവിച്ച ആളാണ് ഞാൻ. ഫസ്മഉ, പുണ്യ നബി തങ്ങൾ പറഞ്ഞത് കേൾക്കണേ. അത്വാഊനു റഹ്മത്തു റബ്ബിക്കും, ഈ പ്ലാഗ് അല്ലാഹുവിന്റെ റഹ്മത്താണ്. വദഅവതു നബിയിക്കും, നിങ്ങളുടെ നബിയുടെ ഒരു ദുആയാണ്. യസ്തശ്ഹിദുല്ലാഹു ബിഹി അൻഫുസകും, അല്ലാഹു നിങ്ങളിൽ മരണം സംഭവിക്കുന്നവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കും. വയുസക്കി അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കും. കൊറോണ നമുക്ക് മറക്കാൻ സമയമായോ? എത്ര മയ്യത്തുകൾ ഒരു നോക്ക് കാണാൻ കഴിയാതെ, ഒന്ന് കുളിപ്പിക്കാൻ കഴിയാതെ, ആശുപത്രികൾ വിട്ടുകൊടുക്കാതെ, നിയമപാലകരുടെ നിയമങ്ങൾക്ക് വിധേയമായി ഒരു ജനാസ പോലും നിസ്കരിക്കാൻ കഴിയാതെ മരിച്ചുപോയ നമ്മുടെ സഹോദര സഹോദരിമാർ, ഉപ്പ ഉമ്മമാർ, വല്ലിപ്പ വല്ലിമ്മമാർ, അവരെല്ലാം അല്ലാഹുവിൻ്റെ ഷഹീദുകളാണെങ്കിൽ, ഷഹീദുകളാണ്, തീർച്ചയായും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ അല്ലാഹുവിൻ്റെ മലക്കുകളുടെ ആയിരക്കണക്കിന് സഫുകളുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻസുകൾ നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, അല്ലാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടവർക്ക്. അല്ലാഹുവേ, ആ കൊറോണ കാലത്തൊക്കെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഊടുവഴികളിലൂടെ വാഹനങ്ങൾ പോകാൻ കഴിയാത്ത വിധം തടഞ്ഞു വെച്ചപ്പോൾ, രോഗികൾക്ക് ആശുപത്രിയിലെത്താൻ കഴിയാതെ വന്നപ്പോൾ, നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടിലെ സന്നദ്ധ സേവകന്മാർ മുണ്ടും മടക്കിയിട്ട് നമ്മുടെ നാടുകളിലൂടെ അന്നം കിട്ടാത്തവർക്ക് അന്നവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കാൻ കാണിച്ച ധൈര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ, ആ ചെറുപ്പക്കാർക്ക്, അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ. ആരുടെയൊക്കെ നാണയത്തുട്ടുകളാണോ ആ ഭക്ഷണങ്ങളായി മാറിയത്, മരുന്നുകളായി മാറിയത്, ആരൊക്കെയാണോ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോയത്, കൊറോണ പിടിച്ചവരടക്കം, ഇതൊക്കെ നമുക്ക് മറക്കാൻ നേരമായോ? ഇന്നലെ കഴിഞ്ഞ പോലെയല്ലേ നമ്മളിതൊക്കെ കാണുന്നത്? അല്ലാഹുവേ, ഏതൊരു പ്ലാഗ് രോഗവും പകർച്ചവ്യാധിയും അത് പിടിപെടുന്നവർക്ക് അത് ഷഹാദത്താണ്. അവരുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധി നൽകുമെന്ന് ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുന്നു, മഹാൻ പ്രഖ്യാപിക്കുന്നു. അത് കേൾക്കുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആരാ മുആദ് ഇബ്നു ജബൽ? മുആദ് ഇബ്നു ജബൽ എന്നവരെ സംബന്ധിച്ച് ഓർക്കണം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, ജനങ്ങളെ, തമന്നൗ, നിങ്ങളൊക്കെ ഒരു ആഗ്രഹം പറയിൻ. അപ്പോൾ എല്ലാവരും പലതും പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ലൗ അന്നലി മിൽഉ ഹാദിഹി ദാരി ദഹബൻ ഫഉൻഫിഖഹു ഫീ സബീലില്ലാഹ്. ആഗ്രഹിച്ചോളൂ എന്നല്ലേ പറഞ്ഞത്? ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഈ വീട് മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണെങ്കിൽ എല്ലാം പടച്ചവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ പാവപ്പെട്ടവർക്ക് ഞാൻ ദാനം ചെയ്തേനെ. ഉമർ തങ്ങൾ പറഞ്ഞു, തമന്നൗ, ആഗ്രഹിക്കിൻ. ഇപ്പൊ വീണ്ടും പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, ലൗ അന്നലി മിൽഉ ഹാദിഹി ദാരി ലുഅതൻ വസബർജദൻ ഫഉൻഫിഖഹാ ഫീ സബീലില്ലാഹ്. ഡയമണ്ടുകളും പ്രഷ്യസ് സ്റ്റോൺസും വിലപിടിപ്പുള്ള കല്ലുകളുമാണ് ഈ വീട് നിറയെ എങ്കിൽ അതെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. ഉമർ തങ്ങൾ പറഞ്ഞു, ആഗ്രഹിക്കാൻ. അവർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഉമർ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണമേ. നമ്മുടെ വിഭവങ്ങളിൽ ഏറ്റവും വലിയ വിഭവം ഹ്യൂമൻ റിസോഴ്സ് ആണ് എന്ന് മനസ്സിലാക്കണം. ഏറ്റവും നല്ല വിഭവം നല്ല പൗരന്മാരാണ്, ഏറ്റവും നല്ല വിഭവം നല്ല മനുഷ്യരാണ്. ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി നോക്കണേ, വദിത്തു, ഞാൻ കൊതിച്ചു പോവുകയാണ്, ലൗ അന്നലി അംസാലു അബി ഉബൈദത്ത് ബിനുൽ ജറാഹ് വസാലിം മൗല അബി ഹുദൈഫ വമുആദ് ബിൻ ജബൽ
فأستعملهم لإعلاء كلمة الله. ഞാൻ കൊതിച്ചു പോവുകയാണ് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന സാലിം മൗല അബീ ഹുദൈഫ, അബൂ ഹുദൈഫ തങ്ങളുടെ വേലക്കാരനായി അടിമയായി ജോലി ചെയ്ത സാലിം എന്നവർ അടിമയായിരുന്നു. സാലിം തങ്ങളെപ്പോലെ, മുആദ് ഇബ്നു ജബലിനെ പോലെ, അബൂ ഉബൈദത്ത് ബിൻ ജറാഹിനെ പോലെ നല്ല ചുറുചുറുക്കുള്ള യുവാക്കളുണ്ടെങ്കിൽ നാട്ടിൽ നന്മയും നീതിയും സഹവർത്തിത്വവും സ്നേഹവും നടപ്പാക്കാൻ, നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ ദീനിൻ്റെ ദൗത്യവുമായി പറഞ്ഞേക്കാൻ എനിക്കാഗ്രഹമുണ്ട്. ഇങ്ങനത്തെ ചെറുപ്പക്കാരെ എനിക്ക് വേണം. ഉമർ തങ്ങൾ ആഗ്രഹിച്ചത് മുആദ് ഇബ്നു ജബൽ തങ്ങളെപ്പോലെ, അബൂ ഉബൈദ തങ്ങളെപ്പോലെ, സാലിം മൗല അബീ ഹുദൈഫ തങ്ങളെപ്പോലെ. മുആദ് ഇബ്നു ജബൽ എന്നവർ റളിയല്ലാഹു അൻഹു യമനിലേക്ക് നബി തങ്ങൾ ദഅവത്തിന് പറഞ്ഞയച്ച സ്വഹാബിയാണ്. അതൊന്നുമല്ല, വലിയ മഹത്വം. ആലിമീങ്ങൾക്ക് നേതാവുണ്ടെങ്കിൽ, ഹംസ തങ്ങൾ ശുഹദാക്കളുടെ നേതാവാണെങ്കിൽ, ഹംസ റളിയല്ലാഹു അൻഹു സയ്യിദ് ശുഹദാ ആണെങ്കിൽ, സയ്യിദുൽ ഉലമായി വസാബിഖുഹും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് പണ്ഡിതന്മാരെ നയിച്ചു കൊണ്ടുപോകുന്ന ആലിമീങ്ങളുടെ സയ്യിദ് എന്ന് പറയുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ മഹാനാണ്. 34-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 34-ാമത്തെ വയസ്സിൽ. പക്ഷേ 100-110 വയസ്സിൽ മരിച്ചുപോയ ആലിം ഈ 34-കാരൻ്റെ ബാക്കിലായിരിക്കും സ്വർഗത്തിലേക്ക് പോകുക. അങ്ങനത്തെ മഹാനാണ് മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്ന് ഷഹീദാവണമെന്ന് കൊതിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് മുആദ് തങ്ങൾ അടക്കം വന്ന് ഷാമിലുണ്ട്. പ്ലാഗ് രോഗം വന്നപ്പോൾ അല്ലാഹുമ്മ ജഅൽ നസീബ അഹ്ലി ബൈതി മുആദിനിൽ ഔഫറ മിൻഹു. അല്ലാഹുവേ, ശുറഹ്ബീൽ ഇബ്നു ഹസന പറഞ്ഞത് പ്രകാരം ഞങ്ങൾക്ക് ഇതിലൂടെയുള്ള മരണം ഞങ്ങൾക്ക് ഷഹാദത്താണെങ്കിൽ മുആദ് ഇബ്നു ജബലിൻ്റെ കുടുംബത്തിന് റബ്ബേ ഈ ഒരു ഓഹരിയിൽ നിന്ന് ധാരാളം നൽകണമേ, ധാരാളം നൽകണമേ എന്ന് പറഞ്ഞാൽ ആ പ്ലാഗ് കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് മരണപ്പെടാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ 2 പെൺകുട്ടികൾക്ക് ഈ അസുഖം വന്നു, പ്ലാഗ് രോഗം പിടിപെട്ടു. മുആദ് എന്നവരുടെ 2 പെൺകുട്ടികൾ മരിച്ചു. ആ 2 പെൺകുട്ടികളെയും ഒരു ഖബറിലാണ് മറവ് ചെയ്തത്. ഒരുപാട് ആളുകൾ മരിക്കുമ്പോഴേ ഒരു ഖബറിൽ ഒന്നിലേറെ മയ്യത്ത് വെക്കും. ഒരു ഖബറിലാണ് അവരെ മറവ് ചെയ്തത്. വഹമിദല്ലാഹ വസ്തർജ, അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ഇന്നാ ലില്ലാഹി ചൊല്ലുകയും ചെയ്തു. പിന്നെ അതാ വരുന്നു അവരുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ്. മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ. മക്കളിൽ മഹാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാണിത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു മോനോട് ചോദിച്ചു, മോനെ കൈഫ തജിദുക്, എങ്ങനെയുണ്ട് മോനെ, എന്താണ് മോൻ്റെ അവസ്ഥ? അബതാ, ലാത്ത സംഭാഷണം. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകും മിനൽ മുംതരീൻ. സംശയം വേണ്ട ഉപ്പ, സത്യം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പായി. ഇത് പറഞ്ഞപ്പോൾ മുആദ് എന്നവർ പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. മോനെ, ഞാൻ നിന്റെ വിയോഗത്തിൽ ക്ഷമിക്കുന്നവനായി, ക്ഷമിക്കുന്നൊരുപ്പയായി നിനക്ക് എന്നെ കാണാൻ കഴിയും. തുമ്മ തുവഫി, മഹാനായ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് എന്നവരും അതിൽ ഷഹീദായി. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിന് പ്ലാഗ് രോഗം ബാധിച്ചു. ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മഹാനവരുടെ കയ്യിൽ ബാധിച്ചു. ഫജഅല യുഖബ്ബിലുഹാ, മുആദ് റളിയല്ലാഹു അൻഹു ആ കൈ ചുംബിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, ലഹിയ അഹബ്ബു ഇലയ്യ മിൻ ഹുംറിൻ നഅം, ചുവന്ന ഒട്ടകങ്ങൾ എനിക്ക് സമ്മാനം ലഭിക്കുന്നതിനേക്കാളും വലുത് എൻ്റെ അസുഖം ബാധിച്ച ഈ കൈയാണ് എന്ന് പറഞ്ഞു. തുമ്മ യുഗ്ഷാ അലൈ, എന്നിട്ട് ബോധം കെട്ട് വീഴും. അങ്ങനെ വീണ്ടും ബോധം തിരിച്ചു വന്നാൽ പറയും, യാ റബ്ബി, അല്ലാഹുവേ, ഗുമ്മ ഗുമ്മുക് വഖ്നഖ് ഖനഖതക്, റബ്ബേ ബോധം പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ, എൻ്റെ ശ്വാസം അടയുകയാണെങ്കിൽ അടഞ്ഞോട്ടെ. ഫവഇസ്സതിക
ഇന്നക ലതഅലമു അന്നീ ലഉഹിബ്ബുക. അല്ലാഹുവേ, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. പടച്ചവനെ, നിനക്കറിയുമല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഈ അത്ഭുതങ്ങൾ സ്വഹാബികൾക്ക് ചെയ്യാൻ കഴിയൂ. മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങളായ അബ്ദുകളിലെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകൂ. അല്ലാത്തവർ പേടിച്ചാൽ വിരണ്ടോടുകയാണ്, വാവിട്ട് കരയുകയാണ്. ഫലസ്തീനിലെ മക്കള് വിഷമിച്ചു കൊണ്ടിരുന്നപ്പം മുഴുവണ്ണത്തിനെയും കൊന്നുകളയണമെന്ന് പറഞ്ഞ ഒരു നടൻ്റെ വീട്, ഒരു സിനിമാ സംവിധായകന്റെ വീട് തീയങ്ങെടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം ആ മനുഷ്യൻ വാവിട്ട് കരയാൻ. കോടിക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി മാറിയപ്പോൾ പോലും മനസ്സിനലിവില്ലാതെ വന്ന ആ മനുഷ്യന്റെ സ്വന്തം വീട് തീ തുപ്പിയപ്പോ, തീയങ്ങ് കരിച്ചു കളഞ്ഞപ്പോ വാവിട്ട് കരയുകയാണ്. മനുഷ്യരല്ലേ എല്ലാവരും? നമുക്കൊക്കെ വികാരം ഒന്നല്ലേ, വേദനയും ഒന്നല്ലേ? പറയാൻ പാടുണ്ടായിരുന്നോ? ആ മനുഷ്യന് തന്നെ അല്ലാഹു അത് കൊണ്ടുകൊടുത്തു. ലോകം അത് കണ്ടു. സോഷ്യൽ മീഡിയ നമ്മൾ പറയും എയറിലാണെന്ന് പറയും അല്ലേ? ആ മനുഷ്യനെ ഇട്ട് പൊരിക്കുകയാണ്. കാരണം ആ മനുഷ്യനാ പറഞ്ഞത്, ബോംബുകൾ വന്ന് വീണപ്പോ ഫലസ്തീനികളെ മുഴുവൻ കൊല്ലേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാഠം പഠിപ്പിച്ചു കൊടുത്തു. സ്വന്തം വീടും കത്തിക്കരഞ്ഞപ്പോ ഇപ്പൊ വാവിട്ട് കരയാം. നോക്കേണമേ, മുഅ്മിൻ അത് വിഷയമല്ല. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് പ്രയാസങ്ങൾ നിസ്സാരം. എന്തേ? ഈ ലോകമല്ല, അടുത്തൊരു ലോകത്തേക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കർമ്മങ്ങൾക്ക് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ആലോചനകൾ പോലും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ ചിന്തകളും ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ട് എന്ന് പറയുന്നൊരു സംവിധാനമാണ് ഇസ്ലാം. നമ്മൾ ഉത്തരവാദിത്തോടെ സംസാരിക്കാൻ പറ്റൂ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ ആരെയും വേദനിപ്പിച്ചുകൂടാ, ആരെയും വിഷമിപ്പിച്ചുകൂടാ. കാരണം റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകും മിനൽ മുംതരീൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആ രോഗം ബാധിച്ച കൈ ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, റബ്ബേ, എൻ്റെ ബോധം ഒന്ന് എടുത്തേക്ക് റബ്ബേ. ഒരു പക്ഷേ എനിക്ക് ശ്വാസം തിങ്ങി ഞാനങ്ങ് മരിച്ചേക്കാം. പക്ഷേ ഫവഇസ്സതിക, റബ്ബേ, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, നിന്നെ തന്നെയാണ് സത്യം. ഇന്നക ലതഅലമു അന്നീ ലഉഹിബ്ബുക. അല്ലാഹുവേ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയുമല്ലോ റബ്ബേ. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയൂലേ റബ്ബേ? എന്തിനാ നീ എന്നെ വെച്ചേക്കുന്നത്? എന്നെ അങ്ങ് കൊണ്ടുപോയിക്കൂടെ എന്ന് റബ്ബിനോട് ചോദിച്ച ആലിമാണ് മുആദ് ഇബ്നു ജബൽ. പണ്ഡിതന്മാരുടെ നേതാവ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ അത്രയൊക്കെ മനക്കരുത്ത് കിട്ടുമോ? നമുക്കറിയില്ല. പക്ഷേ ഒന്ന് ആലോചിക്കുക. ജീവിതം ഈസ് സോ സറ്റിൽ. ജീവിതം വളരെ ഫ്രജൈൽ. പൊട്ടിത്തകരാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്ന സ്വപ്നങ്ങളൊന്നും നടക്കണമെന്നില്ല. വി ക്യാൻ പ്ലാൻ, വി ക്യാൻ വർക്ക് അക്കോർഡിംഗ്ലി, ബട്ട് ദ വേ ഇറ്റ് വർക്ക്സ് ഇസ് ബൈ ദ പ്ലാൻ ഓഫ് അല്ലാഹ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും തകരരുത്. ഒരു മുഅ്മിനിന്റെ മനസ്സ് ഉടയരുത്. കച്ചവടം മെച്ചപ്പെടാം, വലിയ പരാജയത്തിലേക്ക് പോകാം. മക്കൾ നന്നായി നല്ലവരായി വരും, വളരും, പഠിക്കും, ഉഷാറാകും. അല്ല കണ്ടവന്റെ കൂടെ ഒളിച്ചോടാം, എന്തോ സംഭവിക്കാം. നമുക്ക് പരാജയങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, അസുഖങ്ങൾ വരാം. പടച്ചവനെ, നിന്റെ ഖളാ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു റബ്ബേ. നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മളുടെ പടച്ചവൻ ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം. വൽ ബാഖി അലല്ലാഹ് തവക്കൽനാ അലല്ലാഹ്. അല്ലാഹുവേ, നിന്നിൽ തവക്കുലാക്കിയിരിക്കുന്നു റബ്ബേ. എന്തൊരു മനോഹരമാണ്. ഞാൻ ജിദ്ദയിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന പൈലറ്റിൻ്റെ ഒരു സൗദി പൈലറ്റുമാരുടെ ഒരു പ്രത്യേകത ഉണ്ട്. അവരൊരു ബിസ്മി ചൊല്ലിയിട്ടൊരു വർത്താനം, ബിസ്മില്ലാ തവക്കൽനാ അലല്ലാഹ്, വി ആർ ടേക്കിംഗ് ഓഫ്, ക്രൂ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. അല്ലേ, എല്ലാവരും ഇരുന്നോളി, നമ്മൾ പോവാണ്. ബിസ്മില്ലാഹി തവക്കൽനാ അലല്ലാഹ്, അള്ളാഹുലേക്ക് തവക്കുലാക്കി നമ്മൾ പൊങ്ങാണ്. ഇറങ്ങാൻ ലാൻഡ് ചെയ്യാൻ നേരത്തും പറഞ്ഞു, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ബിസ്മില്ലാ തവക്കൽനാ അലല്ലാഹ്, വി ആർ ലാൻഡിങ്. അതൊക്കെ അറബി പറഞ്ഞിട്ട് പിന്നെ ബാക്കി ഇംഗ്ലീഷിൽ പറയും. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്, എല്ലാവരും റെഡി ആയിക്കോ. ഇതാണ് നമ്മുടെ പോളിസി. തവക്കൽനാ അലല്ലാഹ്, വി പുട്ട് അവർ ട്രസ്റ്റ് ഓൺ അല്ലാഹ്. നമ്മൾ ചെയ്യണം. ലാൻഡിങ് ഗിയർ ഇടണം, ടയർ താഴേക്കിടണം, ലാൻഡിങ് ക്ലിയർ ആയിരിക്കണം, സ്പീഡ് ക്ലിയർ, എല്ലാം റെഡി ആയിരിക്കണം. പക്ഷേ എന്നാലും അള്ളാഹിന്റെ ഖളാ ഇതിനെ ഓവർടേക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട പണിയെടുക്കുക. ബാക്കി പഠിച്ചാൽ വിചാരിച്ച പോലെ വരും.
കുപ്പായിട്ട് കാണിച്ചിട്ടില്ല, കുപ്പായിട്ട് ഊതി ആരെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് കടലിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു ഫ്ലൈറ്റ് അങ്ങ് അമേരിക്കയിൽ ഒരു റിവറിൽ ഇറങ്ങിയെന്ന് കേട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ എന്തിനാണ് അത് വെറുതെ സമാധാനത്തിന് പറഞ്ഞു കൊടുക്കുകയെന്ന്. വെള്ളത്തിൽ ഇറക്കൂല. കാരണം എമിറേറ്റ്സിൻ്റെ ടയർ താവാതെ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയൊരു എമിറേറ്റ്സിൻ്റെ 777 300 ആൾക്കാരെയും കൊണ്ടുവന്ന ഫ്ലൈറ്റ് എമർജൻസി ലാൻഡിങ് ദുബൈയിൽ ഇറക്കുമ്പോഴേ ദുബൈയിൽ 1 കിലോമീറ്റർ എയർപോർട്ടിൻ്റെ റൺവേയിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ ദേര പുഴയാണ്, പുഴയല്ല കടൽ. ആ വെള്ളത്തെ കൊണ്ട് ഇറക്കിയാൽ മതി. ഇറക്കിയിട്ടില്ല. എന്തേ? അവിടെ ഇറക്കിയാൽ പിന്നെ മുങ്ങും, ആളുകൾക്ക് മരണം കൂടുതൽ ഉറപ്പാണ്. അത് എമർജൻസി ലാൻഡിങ്, എമർജൻസി. ആ ഫ്ലൈറ്റ് പിന്നെ കത്തുന്നു, എല്ലാവരും രക്ഷപ്പെടുന്നു. ഒരു ഫയർ ഫൈറ്റർ തീ കെടുത്താൻ വന്ന ഒരാൾ ശ്വാസം മുട്ടി മരിച്ചു, ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. അതിലൊരു വിറ്റുണ്ട്, നമ്മളെ മലയാളീസിനോടൊക്കെ പ്രത്യേകം പറയാം. ഒരു ഫ്ലൈറ്റ് എങ്ങാനും എമർജൻസി ലാൻഡിങ് ചെയ്യുമ്പോൾ ഒരു ബാഗ് കൊടുക്കാതെ തടി കഴിച്ചിലാക്കി ഇറങ്ങണം എന്നാണ്. എന്നാൽ എല്ലാവരും ഇറങ്ങിയാലേ പൈലറ്റിനും ക്രൂവിനും ഇറങ്ങാൻ പറ്റുള്ളൂ. ആ സമയത്ത് ട്രോളിയും പിടിച്ച് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാണ് നമ്മൾ. ഇറങ്ങിപ്പോകും ഫുൾ ക്യാമറ, ട്രോളിയും പിടിച്ച്. ട്രോൾ എടുക്കരുതെന്നാണ് പറയാം. അപ്പം എൻ്റെ പാസ്പോർട്ട് എനിക്ക് വലുതാന്ന് വെച്ചിട്ടാണ് ഇറങ്ങി. അത് ജീവൻ അതിലും വലുതല്ലേ. എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ഒരു ക്രൂ, അവരുടെ മൈൻഡ് അതായിരിക്കും. ഞാനിത് പറയുന്നത് സാന്ദർഭികമായി പറഞ്ഞതാണ്. തവക്കൽ അലല്ലാഹ്, നമ്മൾ ചെയ്യേണ്ട പണിയൊക്കെ നമ്മൾ ചെയ്യണം. ബാക്കി അലല്ലാഹ്, അള്ളാഹുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരാണ്. ഇതാണൊരു മുഅ്മിൻ. ആ തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും വേണം, എല്ലാ ഘട്ടത്തിലും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടിയാണിത്. ഫവഇസ്സതി, അല്ലാഹുവേ നിന്റെ ഇസ്സത്തിനെ ഞാൻ നിന്റെ അഭിമാനത്തെ മുൻനിർത്തി പറയുകയാണ്. റബ്ബേ ഇന്നക ലതഅലം, നിനക്കറിയുമല്ലോ, അന്നീ ഉഹിബ്ബുക, എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലാഹ്. അതുകൊണ്ട് ഈ മഹബ്ബത്ത് നമ്മുടെ കൽബിൽ വേണം. ആരോട്? അല്ലാഹു ജല്ല ജലാലുവിനോട്, അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഹദീസിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങൾക്കെന്ത് പ്രയാസം വന്നാലും റസൂലുള്ളാഹി തങ്ങളുടെ മരണത്തോളമുള്ള ഒരു പ്രയാസവും ഇല്ല നമ്മുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ഏത് മുസീബത്തിനേക്കാളും വലുത് എൻ്റെ മരണം കൊണ്ടുണ്ടായ നിങ്ങൾക്ക് വന്ന പരീക്ഷണമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനസ്സ് ശക്തമായും ഉറപ്പിച്ചും ധൈര്യമായിട്ടും ഇരിക്കുക. മൗഇദന അൽ ജന്ന, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ജീവിതത്തിൽ എന്താണ് വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, മക്കളെ പൈലറ്റ് ആവണം, അതാവണം, ഇതാവണം എന്നൊക്കെ പറയണ കൂട്ടത്തിലേ പറയണം അൽ ജന്ന, എൻ്റെ ലക്ഷ്യം സ്വർഗമാണ്. അള്ളാഹു നമ്മെ അങ്ങോട്ട് എത്തിച്ചു തരട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ജസീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. اللهم صل وسلم وزد وبارك على حبيبك سيدنا ومولانا ومنجينا محمد صلى الله عليه وسلم. അർഹമുർ-റഹീമായ റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച ഇവിടുത്തെ സംഘാടകരും പ്രത്യേകിച്ച് വളണ്ടിയർമാർ വലിയ തിരക്ക് പിടിച്ച സമയത്ത് ഈ റോഡ് നിയന്ത്രിക്കുകയും ആളുകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ദിവസങ്ങളോളം ഉറക്കൊഴിച്ചതിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്ത നമ്മുടെ പ്രവർത്തകന്മാർ, അതിനാൽ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, അള്ളാഹുവേ ഇവിടെ വരുന്നവർക്ക് പായസം വിതരണം നൽകുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അർഹമുർ-റഹീമേ, നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങൾക്ക് 3 വർഷത്തെ താമസവും പഠനവും ഫ്രീ ആയിട്ട് നൽകിയിട്ട് വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ ഖുർആനിൻ്റെ ഒരു ആശ്രയമായി, ഖുർആൻ സംരക്ഷണത്തിൻ്റെ ഒരു മഹാസൗധമായി നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് മാറുകയാണ്. റഹ്മുർ-റഹീമേ, ആരൊക്കെ മക്കളെ ഏറ്റെടുത്തോ ഇനി ഏറ്റെടുക്കാൻ പോകുന്നവർ, ആ സ്ഥാപനത്തിന് വേണ്ട നിരന്തരമായ ചെലവുകൾ, ഇതെല്ലാം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളും നാട്ടിലുള്ളവരുമായ സുമനസ്സുകളായ നിങ്ങളെല്ലാവരുടെയും സംഭാവനകളും നിങ്ങളുടെ നിയ്യത്തുമാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റബ്ബേ. നിന്റെ റഹ്മത്ത് ഈ നാട്ടിൽ അണമുറിയാതെ കൊടുക്കണേ റബ്ബേ. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് അതിൻ്റെ അലയൊലികൾ ഉണ്ടാകണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ റബ്ബേ, ആരോഗ്യം തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകൾക്ക് താങ്ങാൻ കഴിയാത്ത മുസീബത്തുകൾ തരല്ലേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ മനസ്സിന് ഉറപ്പ് നൽകണേ റബ്ബേ, കരുത്ത് നൽകണേ റബ്ബേ. ഖദായിലും ഖദറിലും വിശ്വസിക്കുന്നവരാക്കണേ തമ്പുരാനെ. ജീവിതത്തിൻ്റെ എത്രയും വലിയ പ്രതിസന്ധിയിലും അല്ലാഹുവേ നിനക്ക് തവക്കുലാക്കുന്ന ഖൽബ് നൽകണേ തമ്പുരാനെ. അല്ലാഹു, ഈ പരിപാടിക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകൾ, ഇതിൻ്റെ പ്രവർത്തകന്മാർ, ഗൾഫിൽ നിന്ന് ഇതിനു വേണ്ടി വന്നവർ, അയ്യൂബ്, ഹസീബ് കടക്ക് ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് കുടുംബസമേതം വന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ പുത്തൂർ ഹാജിക്ക് അള്ളാഹ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അള്ളാഹുവേ, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ റബ്ബേ. നമ്മുടെ സഹോദരി ഇതുപോലെ അഡിമിറ്റാണ്. അള്ളാഹു അവർക്കും നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ഒരുപാട് നമ്മുടെ അറിയുന്ന ആളുകൾ, ഒരുപാട് പരിചയക്കാർ. അത് ഞാൻ മാണിക്കോത്ത് എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നാടുപോലെ
ഒരുപക്ഷെ എൻ്റെ നാട്ടുകാരെ കാണുന്നതിലേറെ കാണുന്നത് നിങ്ങളെയൊക്കെയാണ്. അത്രയും ആത്മബന്ധമുള്ളൊരു നാടാണ്. അള്ളാഹുവേ, അള്ളാഹു ഞങ്ങളെല്ലാവരെയും അള്ളാഹു നിൻ്റെ കാവലിലാക്കണേ റബ്ബേ, നിൻ്റെ സംരക്ഷണത്തിലാക്കണേ പടച്ചവനെ. നിൻ്റെ നിഅമത്ത് കൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. അതിന് ശുക്ർ ചെയ്യാൻ അള്ളാഹു നിനക്ക് വേണ്ടി ശുക്ർ അൽഹംദ് പറയാനുള്ള നാവും മനസ്സും കർമ്മങ്ങളും ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളെ നീ ദാക്കിര്യങ്ങളാക്കി തരണേ റബ്ബേ, ഷാക്കിര്യങ്ങളാക്കി തരണേ പടച്ചവനെ. നിനക്ക് നന്ദിയുള്ളവരാക്കണേ പടച്ചവനെ. കാരുണ്യവാനെ ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ തരണേ റബ്ബേ. അള്ളാഹു അവർ പഠിക്കുന്നവരാണ്, അവരുടെ പഠനത്തിൽ ഉന്നത വിജയം കൊടുക്കണേ റബ്ബേ. ഹയർ സ്റ്റഡീസിന് പോയ മക്കൾ, വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്നവർ, അള്ളാഹുവെ മയക്കുമരുന്ന് ലഹരികൾക്കൊന്നും അടിമകളാകാതെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളിൽ വിവാഹപ്രായമെത്തിയവർ, പുതിയാപ്പിളമാർ അന്വേഷിക്കുന്നവർ, പുതിയ പെണ്ണുകളെ അന്വേഷിക്കുന്നവർ, അള്ളാഹുവെ യോജിച്ച ഇണകളെ അള്ളാഹുവെ നീ തരപ്പെടുത്തി കൊടുക്കണമേ തമ്പുരാനെ. യോജിച്ച ഇണകളെ കൊടുക്കണേ റബ്ബേ. വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ അത് ആരംഭിച്ചവർക്ക് അതിൽ ബറക്കത്തിനെ കൊടുക്കണേ പടച്ചവനെ. വീട്ടിലേക്കൊരു വഴി വേണമെന്നൊരാഗ്രഹത്തിൽ, നമ്മളിവിടെയൊക്കെ വഴിയുടെ തടസ്സമുള്ള പ്രദേശങ്ങളാണ്. വഴി എപ്പോഴും പറയാനുള്ള വിഷയമാണ്. ഒരു ഇഞ്ച് ഭൂമി, ഒരു അല്പം ഒരു മതിലിൻ്റെ മൂലൊന്ന് വളച്ചെടുത്താൽ വണ്ടികൾക്ക് ഒരതാതെ പോകാം. നിങ്ങൾ അത്രയും ഒരു സന്മനസ്, അള്ളാഹു സ്ഥലം തന്ന് സൗകര്യം ചെയ്ത ആളുകൾ അള്ളാഹനെ വിചാരിച്ച് അതിലൊന്നും ഓവർ പൈസ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കാതെ ഫീ സബീലില്ല നാളെ ഖബർ വിശാലമാക്കി കിട്ടാൻ ജനങ്ങൾക്ക് വേണ്ടി വഴിയൊന്ന് തുറന്നു കൊടുക്കേൻ, ആ ഒരു സന്മനസ് കാണിക്കേൻ. അള്ളാഹുവെ വഴിയില്ലാത്തവർക്ക് അതിന് പ്രയാസമുണ്ട്, നീ പരിഹരിക്കണേ പടച്ചവനെ. അള്ളാഹുവെ രോഗികളെ കൊണ്ടുപോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, റഹ്മാൻ ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണേ റബ്ബേ. അള്ളാഹു ഒരുപാട് രോഗികൾ ആശുപത്രി കിടക്കുകളിലും വീടുകളിലും കിടക്കുന്നവരുണ്ട്. റബ്ബേ നീ ശമനം കൊടുക്കണേ തമ്പുരാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസത്തിലാണ് റബ്ബേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ വിടാനുള്ള വഴികൾ നീ എളുപ്പമാക്കണേ റഹ്മാനെ. ജോലികളിൽ ഖൈറും ബറക്കത്തും നൽകണേ, കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. അള്ളാഹുവെ കണ്ണേറ്, ഐന്, സിഹർ, അതുപോലെയുള്ള ഗീബത്ത്, നമീമത്ത്, ലിസാൻ, എന്തെല്ലാം ഇൻസിയും ജിന്നിയും അർദിയും സമാവിയുമായ ഏതെല്ലാം ഫിത്നകളും ഷർറുകളും ഉണ്ടോ അള്ളാഹു നീ കാവൽ നൽകണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. അള്ളാഹു ഞങ്ങളെ നീ നല്ലവരാക്കണേ റബ്ബേ. നമ്മുടെ ചിത്താരിയിലെ ഷിഹാബിൻ്റെ ഉമ്മ, അള്ളാഹു ഉമ്മാക്ക് നീ ഷിഫ കൊടുക്കണേ പഠിച്ചവനെ, ഷിഫ കൊടുക്കണേ റബ്ബേ. ഷിഹാബിൻ്റെ ഉപ്പാക്കും സുഖമല്ല, ചിത്താരി നോർത്തിലല്ലേ. അള്ളാഹു നീ ഷിഫ കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾ ഒരുപാട് പരിചയക്കാരുണ്ട്. നമ്മുടെ മുഹമ്മദ് കുഞ്ഞിൻ്റെ മണിക്കൊത്തവരുടെ ഉമ്മ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറയാറുണ്ട്. ഉമ്മാക്ക് നീ ആഫിയത്തും സലാമത്തും കൊടുക്കണേ റബ്ബേ. അവരുടെ മുറാദുകളെ നീ ഹാസ്വലാക്കി കൊടുക്കണേ പടച്ചവനെ. നമ്മുടെ ഇവിടെ ഒരുപാട് ആളുകൾ, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അസുഖമുള്ളവരുണ്ട്, പല ആളുകളും. അള്ളാഹുവർക്കൊക്കെ നീ ഷിഫ കൊടുക്കണേ അള്ളാഹ്. നിനക്കറിയുമല്ലോ റബ്ബെ, എല്ലാവർക്കും ഷിഫ കൊടുക്കണേ റബ്ബെ. അള്ളാഹു ഈ മഹാനായ ഉമർ സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ തണലും മഹാനവറുകളുടെ ഈ വിശുദ്ധിയുടെ സൗരഭ്യവും അള്ളാഹു ഈ നാടിന് അനുഗ്രഹമായി, അള്ളാഹുവെ ഇവിടുത്തുകാർക്ക് സ്വലാഹിൻ്റെയും നന്മയുടെയും ഹിദായത്തിൻ്റെയും വെളിച്ചമായി നമ്മുടെ മഖാമും മസ്ജിദും മദ്രസയും അറബി കോളേജും ഒക്കെ നീ മാറ്റിത്തന്ന് അള്ളാഹുവെ നീ ഇഷ്ടപ്പെടുന്ന ഇബാദുർ റഹ്മാനിൽ അള്ളാഹുവെ ഈ പ്രദേശത്തുകാരായ ഞങ്ങളെല്ലാവരെയും, ലോകത്തുള്ള എല്ലാ മുഅ്മിന മുഅ്മിനാത്തുകളെയും അള്ളാഹു നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് തവഫനാ വഅൻത റാദിൻ അന്നാ മുസ്ലിമീന വൽഹഖനാ ബിസ്സാലിഹീൻ. ഹബീബിൻ്റെ മുഖം സ്വപ്നത്തിൽ കാണിച്ചു തരണേ റബ്ബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ യഖദത്തിൽ കാണാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. പരിശുദ്ധ കഅബാലയം സിയാറത്ത് ചെയ്യാനും കാണാനും ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഹബീബായ തങ്ങളുടെ റൗദ സന്ദർശിക്കാനുമുള്ള മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹു നാളെ സ്വർഗ്ഗലോകത്ത് മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഇഷ്ടജനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, മനസ്സുകളിൽ സ്നേഹവും അടുപ്പവുമുള്ളവർ, അർഹമർ റഹീമേ, ദീനിൻ്റെ പേരിൽ, ദീനിൻ്റെ പരിപാടികൾ സംബന്ധിക്കുന്നവർ, ദീനിൻ്റെ പേരിൽ അനുകരിച്ച് ജീവിക്കുന്നവർ, കാരുണ്യവാനായ ഉടമസ്ഥനായ യജമാനനായ റബ്ബേ, നിൻ്റെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി തന്ന് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ബിജാഹി വഹഖി നബീക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഒരു ദിക്ർ ചൊല്ലിക്കൂടെ? സുബ്ഹാനക اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خير. വളരെ സന്തോഷമായി. റമീസിന് വേണ്ടി ഒരുപാട് ടെൻഷൻ അടിച്ച ആളാണ്. അമ്മച്ചി കുറേ സമയമായി, കുറേ ദിവസങ്ങളോളായി
അൽഹംദുലില്ലാ. നമ്മളന്ന് പണ്ട് അന്ന് പോയതാ, പിന്നെ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. പക്ഷെ അത് ഞാൻ എപ്പോഴും മനസ്സിലുണ്ട്. അൽഹംദുലില്ലാ, കടപ്പാടുകൾ അറിയിക്കുകയാണ്. നല്ല മൈക്ക് ഒക്കെ ചെയ്ത് തന്നിട്ട് വലിയ സന്തോഷമുണ്ട്. 20-25 കൊല്ലമായി ഇപ്പോൾ ആധാരം തുടങ്ങിയിട്ട്. ഇപ്പോൾ നമുക്ക് ചില സന്ദർഭത്തിൽ നമ്മൾ സ്ട്രിക്റ്റാക്കി പറയണേ, നമുക്ക് ഇന്ന സൗകര്യങ്ങളിലെ മൈക്ക് തന്നെ ചെയ്യണം എന്ന് പറയാൻ നിർബന്ധിതമായി പോകുന്നുണ്ട്, വയ്യാത്തതുകൊണ്ട്. ഇന്ന് ഇത്ര നല്ല സൗണ്ടായതുകൊണ്ടാണ് ആദ്യത്തെ മിനിറ്റ് മുതൽ ആ ലാസ്റ്റ് വരെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടായിപ്പോയത്. അപ്പോൾ എല്ലാ മൈക്ക് സെറ്റേരിയും കൊണ്ട് അവരൊന്നും മോശമായത് കൊണ്ടല്ല. മൈക്ക് സെറ്റേരൊക്കെ കുറച്ച് ദേഷ്യമൊക്കെ എന്നോടൊക്കെ ഉള്ളവരുണ്ടാവും ചിലപ്പം. ഈ മൂലർക്ക് എന്താ ഞങ്ങളെ പറ്റാത്തത്, ആരും ഇറ്റടി ഇവർ അടിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കമ്മീഷനോ ഒന്നുമല്ല, ഇത് ഈ ദൈവത്ത് നിലനിന്ന് പോകാൻ വേണ്ടി പറയാം. വയ്യ, അതുകൊണ്ട് നാളെ സ്കൂളിൽ ചെന്നാൽ എനിക്ക് പഠിപ്പിക്കാനുള്ളതാണ് അവിടെ. ഈ ശബ്ദം തന്നെയാണ് അവിടെയും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വളരെ നിഷ്കർഷമായിട്ട് പറയാറുണ്ട്, ഒന്നുമല്ല നിങ്ങൾ അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് സംഘാടകരോട് പറയല. പക്ഷെ അത് ഞാൻ ആ വിഷയമൊന്നുമില്ല. റമീസ് പറഞ്ഞു, അമ്മീച്ച് പറഞ്ഞു, ഒരു വിഷയമല്ല, ആ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. ഇത്രയും കാലം ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പോൾ പറയാൻ തുടങ്ങി. എനിക്ക് വയ്യാത്തതുകൊണ്ട് വളരെ ക്ഷീണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു വിഷമം വിചാരിക്കരുത്. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മൂപ്പരെ വിളിക്കണ്ടെന്ന് വെച്ചാൽ പോരെ, എന്താ വിഷയമില്ലല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ, അതിൽ ഒരു വിഷമം വിചാരിക്കരുത്. ചില ആളുകളൊക്കെ തെറ്റിദ്ധാരണ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് പറയാം, അത് ഞാൻ നിർബന്ധിച്ച് പറയുന്നതാണ്, മജ്ബൂറായതിൻ്റെ പേരിൽ. അതുകൊണ്ട് നിങ്ങളൊന്ന് വിഷമം വിചാരിക്കരുത്. ഓപ്പറേറ്റ് ചെയ്തും എല്ലാവരും നല്ല ഒരു മൈക്ക് സെറ്റിന് ഞാൻ കുറ്റം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എൻ്റെ തൊണ്ട പോയാൽ പോലും ഞാൻ പറയില്ല, നല്ല മൈക്കെന്നേ ഞാൻ പറയൂ. അത് അവർക്ക് വിഷമം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് വേണ്ട ചില ട്യൂണിങ് ഉണ്ട്, എൻ്റെ ചെറിയ സൗണ്ടാണ്. ചില ഉസ്താന്മാർക്ക് ഇതിൻ്റെ പകുതി മതിയോ, അവർ ഒച്ച വെച്ച് പറഞ്ഞോളൂ. അവർക്ക് ആഫിയത്തുണ്ട്, അല്ല ആഫിയത്ത് ഏറ്റേറ്റി കൊടുക്കട്ടെ. എനിക്ക് ആഫിയത്ത് വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ഈ സൗണ്ടിന് നല്ല ഹൈ പിച്ചിൽ സൗണ്ട് ട്യൂൺ ചെയ്താലേ എനിക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും. അപ്പോൾ ഞങ്ങൾ പറയും ഇന്ന സൗകര്യമുള്ള സെറ്റ് നിങ്ങൾ വെക്കണമെന്ന്. അത് ഞാൻ പറയണതാണ്, അത് ഒന്നും ഉണ്ടായിട്ടല്ല, ഭംഗിയായി കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സംഘാടകർക്ക് അതിൽ എന്തെങ്കിലും വിഷമങ്ങളോ ഒരു ഭാരമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കതില്ലാന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് വരണം. ഇൻഷാ അല്ലാഹ് പരിപാടികളൊക്കെ ദഅവത്തൊക്കെ ഇനിയും മുന്നോട്ട് പോകണം. നിങ്ങളുടെ നാളെ പരിപാടിയില്ലേ? നവാസ് മന്നാനി ഉസ്താദിൻ്റെ വേദുണ്ട് നാളെ. നേരത്തെ തുടങ്ങിക്കോളി, 8:30 തുടങ്ങിക്കൂടെ? 9:00 തുടങ്ങും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു വിജയിപ്പിക്കട്ടെ, ഖൈറിലാക്കട്ടെ. എല്ലാവരോടും നന്ദി. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.